നീലവനിയിൽ കനകഞ്ഞൊറിയായി വിൺപടവു കയറി അരുണനുയരേ ശ്രീലകങ്ങൾ കേളിയുണരാ ഓണവില്ല തുടികളിലലിയേ പുലി പുലി നിറപറ ആർക്കോ ഹിറോ കേക്കും ദിക്കിലെ ഓണത്തപ്പന കൂട്ടാൻ പോകണ കാറ്റേ വെയിലെ തക 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 തോറ്റം കേക്കണ തക തക കാവിൻ തറകളിലാലിൻ പടവിൽ ഓണം പഴമൊഴി നിറയും വഴികളിൽ പാടം നെറുകിൽ കിലുകിലെ ആരും ഓണത്താറായി വരണുണ്ടേ എന്താ മഴ ഈ ചിങ്ങത്തിലെ ചാറ്റൽ മഴ ചിണുങ്ങി വരും എന്ന് കാരണവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. പക്ഷെ ഒരു മഴയ്ക്കും നമ്മളെ തളർത്താൻ പറ്റില്ല. നമ്മുടെ ആഘോഷങ്ങൾ നമ്മൾ പൊടിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഓൾറെഡി നിങ്ങളിപ്പോൾ ഒരുപാട് സെലിബ്രേഷനിലൊക്കെ ഓൾറെഡി പങ്കെടുത്തിട്ടുണ്ടാവും. വീട്ടിലോണം, നാട്ടിലോണം, ഫ്ലാറ്റിലോണം, കോളേജ്, സ്കൂൾ, അങ്ങനെ പല പല സെലിബ്രേഷനാണല്ലേ. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്തം മുതൽ തിരുവോണം വരെയാണ് നമ്മുടെ ആഘോഷം. ഇപ്പോൾ നമ്മൾ ഒരു മാസം മുന്നേ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങുകയാണ്. ഏത് ഡ്രസ്സ് ഇടും, ഏത് റീൽ എടുക്കും, ഏതാണ് ട്രെൻഡിങ് സോങ്, അങ്ങനെ പല പല ടെൻഷൻസും പ്രിപ്പറേഷൻസും നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. സോ നമ്മൾ ഫ്ലവേഴ്സ് കുടുംബം നമ്മളൊരു ഗംഭീര ഓണാഘോഷം പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഓണാഘോഷത്തിനുള്ളത്, ഒരുപാട് വേറെ ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ കൂടെ നിൽക്കാൻ എനിക്കൊരാളെ വേണം. ഒരാളെ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ആരെ ഞാൻ വിളിക്കാൻ പോകുന്നതെന്ന്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടണില്ല? ശരി, ടെൻഷൻ അടിക്കണ്ട, ഞാൻ തന്നെ ആളെ ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങോട്ടും നോക്കിക്കേ. ഇതുവരെ കൊണ്ടാട്ടം ഹാങ് ഓവർന്ന് പുറത്ത് വന്നിട്ടില്ല അല്ലേ? നോ. എങ്ങനെ പോണു? ലൈക്ക് പുതിയ സ്റ്റാർ ലൈഫ് എങ്ങനെ പോണു? ഇറ്റ്സ് റിയലി നൈസ്. ലൈക്ക് മൊത്തത്തിലൊരു മൂഡ്, എന്താ പറയാ, ഒരു കൊണ്ടാട്ടം മൂഡ്, ഒരു ഓണം മൂഡ്. ആ മൂഡിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല അല്ലേ? ഓഫ്കോഴ്സ്. ഇങ്ങനെ ഒരു ഫിലിമിന്റെ ശേഷം ആദ്യമായിട്ട് വരുന്നൊരു ഓണം കൂടിയാണ്, പ്രോഗ്രാമാണ്. സോ സൂപ്പർ സ്പെഷ്യൽ ആയിരിക്കും അല്ലേ? യെസ്. അപ്പൊ ഞാൻ അമൃത എന്ന് വിളിക്കണോ അതോ പവിത്ര എന്ന് വിളിക്കണോ? എനിക്ക് കൂടുതൽ ഇഷ്ടം അച്ചു. എന്റെ വീട്ടിൽ നമ്മൾ അച്ചു എന്ന് വിളിക്കാം അല്ലേ? അപ്പൊ അച്ചു തന്നെ വിളിക്കാം. അപ്പൊ അച്ചുവിന്റെ സ്കൂൾ കുട്ടിയാണ് കേട്ടോ. അപ്പൊ അച്ചുവിന്റെ സ്കൂളിലെ ഓണാഘോഷ വിശേഷമൊക്കെ പറയും. ഫുള്ള് ഈവൻ സ്കൂളിൽ വരെ കൊണ്ടാട്ടമാണ്. ഇപ്രാവശ്യം എന്തോ എക്സ്ട്രാ സെലിബ്രേഷൻ ആണ്. എല്ലാവരും വന്നിട്ട് ഇങ്ങനെ സെലിബ്രേഷൻ ആയിട്ട് സെൽഫി എടുത്തോട്ടൊക്കെ ചോദിക്കാറുണ്ട്. അതല്ല, നോർമൽ മാതിരിയല്ല, കുട്ടികളാണ്. കുട്ടികൾ ഇങ്ങനെ ഓടി ഇങ്ങനെ വന്നിട്ട് ഫോട്ടോഗ്രാഫ് തരും. അപ്പൊ ഭയങ്കര ഹാപ്പി ഫീൽ ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് അമൃതയുടെ വിശേഷങ്ങൾ നമുക്ക് ഇനി വരും നിമിഷങ്ങളിൽ നമുക്ക് പങ്കുവെക്കാം. ഇപ്പൊ നമ്മുടെ മലയാളികൾ എല്ലാവരും ഒരേപോലെ ഒരു മൂഡിലാണ് ഇരിക്കുന്നത്. ഏത് മൂഡ്? ഓണം മൂഡ്. യെസ്. അപ്പൊ ഈ ഓണം മൂഡിൽ നമ്മൾ രണ്ടുപേരും മാത്രം മതിയോ? ഇല്ല, ഇനിയും ആൾക്കാർ വേണം. കാരണം ഈ ഓണം എന്ന് പറയുന്നത് തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു സെലിബ്രേഷൻ ആണല്ലേ. സോ നമ്മുടെ ഫ്ലവേഴ്സ് കുടുംബത്തിലെ ഒരുപാട് സീരിയൽ ആർട്ടിസ്റ്റ്, നിങ്ങളുടെ ഫേവറേറ്റ് ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടെ ഇന്ന് ഓണം ആഘോഷിക്കാൻ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ലേറ്റ് ആക്കണ്ട, അവര് വിളിക്കും. നമുക്ക് അവരെ വിളിച്ചിട്ട് കൊണ്ടാടണം അല്ലേ? അവിടെയും കൊണ്ടാട്ടമാണ്. സോ നമുക്ക് വിളിച്ചാലോ? അപ്പൊ ഏത് മൂഡ്? ഓണം മൂഡ്. വിളിച്ചോ, വരാൻ പറയും. വേഗം വരൂ പ്ലീസ്. പറക്കണ പൂവേ 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 കളറാവട്ടെ. ചിരിക്കണ ചുണ്ടേ 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 കവറാവട്ടെ. മുടിമേലെ മണ്ണ പറക്കണം, മലയാളക്കരയിളക്കണം. വിളമ്പാനായില നിരത്തുന്ന മുരുകിവാ പിരിഞ്ഞിവാ. ഏത് മൂഡ്? ഏത് മൂഡ്? ഏത് മൂഡ്? ഏത് മൂഡ്? സാരി മൂഡ്. ഏത് മൂഡ്? ഏത് മൂഡ്? ഏത് മൂഡ്? ഏത് മൂഡ്? ഓണം മൂഡ്. ഏത് മൂഡ്? ഏത് മൂഡ്? ഏത് മൂഡ്? ഏത് മൂഡ്? സാരി മൂഡ്. ഏത് മൂഡ്? ഏത് മൂഡ്? ഏത് മൂഡ്? ഏത് മൂഡ്?
ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും പഴത്തുടിയിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുങ്ങി കുട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം വട്ടത്തിരുത്തി തൃശ്ശൂർ പേരിലും ലക്ഷത്തിരുത്തുകളൊക്കെ നിറയും നിറപറ വറ നിറയ്ക്കണ നിറമാണല്ലോ പെട്ടപ്പെട്ട വട്ടം വലിക്കണ രസമാണല്ലോ എന്റെ അമ്മ എന്തൊരു പറല്ലേ. ഏത് മോഡ്? ഒന്നും കൂടി ഏത് മോഡ്? Yes, അങ്ങനെ നമ്മളെല്ലാരും വളരെ എനർജറ്റിക് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. എന്താ രസമല്ലേ ഇവരെല്ലാരും കാണാൻ. ഏതൊക്കെ ആൾക്കാരുണ്ട്? എല്ലാരും ഉണ്ട്. സുഗമോദേവി, മഹാലക്ഷ്മി, ഉപ്പും മുളകും. അത് പുതിയൊരു സിറ്റ്കോം ആണ്. അങ്ങനെ നിങ്ങൾക്ക് പ്രിയങ്കരായ എല്ലാ ആർട്ടിസ്റ്റും ഇവിടെ നിരന്ന് നിൽക്കുകയാണ്. എന്തൊരു കാഴ്ച അല്ലേ. യെസ്, ഇവരെല്ലാരും ഇങ്ങനെ കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് നിരന്ന് നിൽക്കുന്ന കാണാൻ ഒരു പൂക്കളോട്ടൊരു ഫീൽ ഉണ്ടല്ലേ. പക്ഷെ ഒരു കുറവുണ്ട്. എന്ത് കുറവ്? ഒരു ഓണൊക്കെ ആവുമ്പോ ഒരു മാവേലിയൊക്കെ വേണ്ടേ? ഓ സോറി, അത് ആക്ച്വലി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വിളിക്കാൻ മറന്നുപോയതാണ്. പക്ഷെ ഈ മാവേലി ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റാ വരുവേ. ഞാനൊരു സ്പെഷ്യൽ മാവേലിയാണ് ഇപ്രാവശ്യം ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഗസ് ഉണ്ടോ? മൂപ്പര് ഭയങ്കര വിജയ് ഫാനാണ്. നമ്മുടെ മാവേലി വിജയ് ഫാനാണ്. പിന്നെ ചില സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു കിംവദന്തി നോം കേൾക്കുന്നുണ്ട്. ഇപ്പൊ പിടികിട്ടി ആരാന്ന് ഇല്ല. എന്നാ നമുക്ക് വിളിച്ചാലോ? മാവേലി ഉറക്കെ വിളിച്ചോ. മാവേലി മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ആമോദത്തോടെ വസിക്കും കാലം ആപത്തക്കാർക്കുമില്ല. മാവേലി പറയോ. കൊട എവിടെ പോയി? കൊട എടുക്കാൻ മറന്നുപോയി. ഇല്ലെങ്കിലും കുഴപ്പമില്ല, സെറ്റാണ്. നമ്മുടെ കിങ്ങിന് അത്രയും ഭാരം പാടില്ലല്ലോ. അത് ശരിയാണ്. നമ്മളിപ്പോ ഓൾറെഡി നമ്മള് അധികം ഭാരം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ മൂപ്പര് കുറച്ച് ഫ്രീ ആയി വന്നായിരിക്കും. പക്ഷെ ഇതൊരു സ്പെഷ്യൽ മാവേലിയാണല്ലോ. അമൃതയ്ക്ക് അറിയില്ലേ? അമൃത വിജയിനെ കണ്ടിട്ടുണ്ടോ? വിജയ് സാറിനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ തളപതി വിജയ് കണ്ടിട്ടില്ല, പക്ഷെ നമ്മുടെ മാവേലി കണ്ടിട്ടുണ്ട്. ആ കഥയൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുമോ? നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ചോർന്നൊലിക്കുന്ന ഓലപ്പേരിന് താഴെ സങ്കടപ്പെട്ട് ചുമരും ചാരി ഇരുന്ന് കണ്ണ് കലങ്ങാനുള്ളതല്ല ജീവിതം. അവിടെ ഭക്ഷണം കഴിക്കും, ഉപ്പിലിട്ട മാങ്ങയായിരിക്കുക, മുളക് പൊടിച്ച് അലിച്ചായിരിക്കുക. താജ് ഹോട്ടലിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആലോചിക്കുക തന്നെ വേണം. പല ആൾക്കാരും ഇറങ്ങിത്തിരിക്കുമ്പോൾ വേദനിപ്പിച്ച് നൊമ്പരപ്പെടുത്തി കഷ്ടപ്പെടുത്തി നമ്മൾ തളർത്തിയിരിക്കുമ്പോൾ അവിടുന്ന് കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ വന്ന വഴി അങ്ങോട്ട് വരുമ്പില്ലേ, ചവിട്ടി താത്തിയവരും കഷ്ടപ്പെട്ട് നമ്മുടെ വീട്ടുകാരും നമ്മളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവരിൻ്റെയൊക്കെ മുന്നിൽ ജയിച്ചു വന്നിട്ട് അവരിനെ പൊന്നു പോലെ നോക്കണം. അതാണ് അതിൻ്റെ പവർ. മാവേലി ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരുന്ന കേട്ടിട്ടില്ലേ? ഇത് മോട്ടിവേഷൻ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. നമ്മുടെ മാവേലി മോട്ടിവേഷണൽ സ്പീക്കറായി മാറിയിരിക്കുകയാണ്. എനിവേസ്, എന്തായാലും ഭയങ്കര സന്തോഷം. നമ്മുടെ മാവേലിയും ഉണ്ണിക്കണ്ണൻ ചേട്ടനും ഹാപ്പി ആണെന്ന് അറിഞ്ഞാൽ സന്തോഷം. ഇനി നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരോടും കൂടി വിശേഷങ്ങൾ ചോദിച്ചാലും മാവേലി അറിയണ്ടേ? ഓക്കെ, ആര് തുടങ്ങും വിശേഷം പറയാൻ? എനിക്ക് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാരാണ് ഇഷ്ടം. എവിടെ സുഗമോദേവി? സുഖമാണോ? പറയൂ. സുഗമോദേവിക്ക് എല്ലാവർക്കും സുഖം തന്നെ. സുഖം തന്നെ. എങ്ങനെ പോണു പ്രശ്നങ്ങൾ? അത് ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും, ഞങ്ങൾ പ്രശ്നം അവസാനിപ്പിക്കുകയും ചെയ്യും. ത്യാഗരാജന് 2 ഇടിയും കൂടെ കൊടുക്കാത്തതിന്റെ ദേഷ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കുറച്ച് ഇടിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി കുറച്ചും കൂടെ ഉണ്ട്. നമുക്ക് ഓണത്തല്ലാവാം അല്ലേ? അത് ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട്. അവസാനത്തേക്ക് വെക്കാം. അവസാനം വെച്ചോളൂ, അല്ലെ അവൻ ബാക്കി പൊടി ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അമൃത ചോദിക്കുക, ആരോട് ചോദിക്കാളൂ ഇനി അടുത്ത വിശേഷം? യു ക്യാൻ ചൂസ്. പറയൂ ശിവാനി, എന്തൊക്കെയുണ്ട്? അടിപൊളി, ഒന്നും നോക്കാനില്ല.
ഓണം മൂട് ഒന്ന് നോക്കാനില്ലേ? അല്ല ഓണമാണല്ലോ ഇപ്പൊ ഒന്നും നോക്കണ്ടല്ലോ. ആ അങ്ങനെ ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് ഉപ്പുമുളകും വിശേഷങ്ങൾ? ഉപ്പുമുളക് നമ്മൾ ഫുൾ ഫാമിലി ഉണ്ട്, ഒരാൾക്കും കുറവുകൾ വരുത്തിയിട്ടുള്ള എല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ അടിച്ചു പൊളിച്ചു പോകുന്നു. ഓണത്തിനെ പറ്റിയിട്ട് എന്താണ് ഏറ്റവും ഫേവറേറ്റ് തിങ്? ശിവ ഓ കത്തിച്ചിട് ചോദിക്കും ഈ ഏരിയയിലോട്ടിന് വരല്. അല്ല കത്തിക്കുന്ന ആളെന്ന് പറയൂ. ഞാൻ കത്തിക്കാതിരിക്കാനല്ലേ അവിടെ അടുത്ത് കത്തിക്കാൻ പറഞ്ഞ അല്ലല്ല ആ കത്തിക്ക് തുടങ്ങി അവിടെ തുടങ്ങി എന്തൊക്കെയാ എന്റെ ഗ്യാസിൽ അവിടെയാണ് ലൈറ്റർ. ഓ ഇതിന് കൂടെ ഒക്കെ ഞാൻ പിടിച്ചേക്കണമെങ്കിൽ അമൃത ഞാനിവിടെ പിടിച്ചോ. ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ അവസരം ഉണ്ടാവൂല, ഞങ്ങൾ തന്നെ സംസാരിച്ച് തീർക്കണം. അല്ല അപ്പൊ നിങ്ങൾ ഈ ലൊക്കേഷനിലും ഇതുപോലെ എങ്ങനെ സഹിക്കുന്നു? കച്ചറയാണല്ലേ, ഭയങ്കര കച്ചറ. ചേച്ചിനോട് ചോദിക്കാം, ചേച്ചിയുടെ അഭിപ്രായം പറയൂ. അതാ പറഞ്ഞ ഇവര് രണ്ടുപേരാണ് കച്ചറ, ഞങ്ങള് ചേച്ചിമാര് ഭയങ്കര ഡീസന്റ് ആണ്. ഓണത്തല്ലുണ്ടെന്നല്ലേ പറഞ്ഞേ, തുടങ്ങുമ്പോ ഒന്ന് പറയണം. അപ്പൊ മഹാലക്ഷ്മി ടീമാരെന്ന് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്നത്? ഞങ്ങള് ഭയങ്കര സൈലന്റ് ആയിട്ട്, ഇവർക്ക് ഭയങ്കര അലമ്പായി തുടങ്ങി. നിങ്ങൾ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരാ. ഓ മഹാലക്ഷ്മിന്റെ ഒരു റെസ്പെക്ട് ഉണ്ട്. വേണ്ട, നമ്മൾ ഇന്ന് ഇവിടെ എന്താ പറയാ അർമാദിക്കാൻ പോവാണ്. അപ്പൊ ഇത്ര സൈലൻസ് വേണ്ടല്ലോ. ഇതൊക്കെ സ്റ്റാർട്ടിങ് ഇവരൊക്കെ already നിലത്ത് ഇറങ്ങി അതെ, കഴിഞ്ഞു. ഞങ്ങളുടെ പ്രകടനം കാണുമ്പോ അവരുടെ സൈലൻസ് ഒക്കെ തന്നെ പോയിക്കോളും. അല്ല ഞങ്ങള് അണിഞ്ഞൊരുങ്ങി കരുതിക്കൂട്ടിയാ വന്നേക്കുന്നേ. നിങ്ങൾ എന്ത് ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും കൊടുക്കണ്ടേ, അത് വാങ്ങിയിട്ടേ പോകുന്നുള്ളൂ. കരുതി കൂട്ടിയാലും ഞങ്ങൾ കട്ടയ്ക്ക് നിൽക്കും മോളെ. വേണ്ട തല്ലുണ്ടാക്കരുത്, കേറി അടിക്കരുത്. ഈ സൈഡിൽ ആരും കേറി അടിക്കരുത്. തുടങ്ങിയില്ലേ? എല്ലാവരുടെയും ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ്, നമ്മളിവിടെ ഓണത്തല്ലിനോ കോമ്പറ്റീഷനോ അല്ല വന്നത്, നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ഓണം ആഘോഷിക്കാനാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ പരിപാടി മൊത്തം സ്നേഹത്തോടെ അല്ലേ? അതെ, ഞാൻ പറഞ്ഞത് സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ. ലാസ്റ്റ് ഒരു ഓണത്തല്ല് വരുമല്ലോ. ഞാൻ ചിലരെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്, പൊക്കം കൊണ്ടൊക്കെ ആള് നിൽക്കുന്നുണ്ട്. അതൊക്കെ ലാസ്റ്റ് അത് ഒരു വ്യാമോഹം മാത്രമായിരിക്കും. ഓണത്തല്ല് വരുമ്പോ നമുക്ക് നോക്കാം. പിടിച്ചു പറ്റൂ. അവസാനമാകുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും ഭയങ്കര സ്നേഹമായിക്കോളും, ഞാൻ പറയുവാണ്. അത് എന്തോ അർത്ഥം വെച്ച് പറയുന്ന പോലെ എന്തോ പാര വരുന്നുണ്ട് തോന്നുന്നുണ്ട്. എനിവേസ്, അപ്പോൾ നമ്മുടെ കൂട്ടത്തില് പുതിയ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് കേട്ടോ. അതായത് ഫ്ലവേഴ്സിൽ പുതിയൊരു സിറ്റ്കോം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, യെസ് യുവർ ഓണർ. സോ എവിടെ നമ്മുടെ യെസ് യുവർ ഓണർ? ഇങ്ങോട്ട് വരൂ. യെസ് യുവർ ഓണർ, പറയൂ എന്തൊക്കെയാ വിശേഷം പുതിയ സിറ്റ്കോമിന്റെ? നമ്മുടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഒരു കാര്യം കൂടെ പറയാം, എല്ലാവർക്കും ഹാപ്പി ആണ്. ചേട്ടാ പറയൂ യെസ് യുവർ ഓണർ വിശേഷം. ഓക്കെ, യെസ് യുവർ ഓണർ. നിങ്ങള് അപ്പൊ നമ്മുടെ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു സിറ്റ്കോമാണ് യെസ് യുവർ ഓണർ. അതിലെ ഒരു കുട്ടി നായികയാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചത്. ഇപ്പോ മിമു അല്ലേ? മിമു കൂടാണ്ട് ശംഭു ഉണ്ട്, നമ്മുടെ എലീന പഠിക്കലുണ്ട്, അതുകൂടാതെ വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ, വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ കൂടെ ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഓണം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചോണം, ഈ അടുത്ത് തന്നെ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. നോട്ട് ദ പോയിന്റ്. ഈ പറയുന്ന ആളെ ഒന്ന് നോട്ട് ചെയ്തോളൂ, നമ്മുടെ സൈനുദ്ദീൻ സാറുടെ മകനാണ്. അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ മൂപ്പരേട്ടോ. നിങ്ങൾ പല മാജിക്കും ഇനി കാണാൻ പോവായിരിക്കും അല്ലേ ടിവിയില്? ശരി ശരി. സോ നമ്മുടെ ഇടയിൽ ഒരു ചട്ടമ്പിക്കുട്ടി ഉണ്ട്, പാറുക്കുട്ടി. ഞാൻ നിങ്ങളോട് എനിക്കൊരു സോറി പറയണ്ട്. കാരണം ഇന്ന് ഏറ്റവും ഹൈലൈറ്റ് ആയി ഏറ്റവും അടിപൊളിയായിട്ട് ഡ്രസ് ചെയ്ത് വന്നിരിക്കുന്ന ഇവരാട്ടോ. ഇതാണ് ഓണം, ഇതാണ് ഓണം. ആഹാ എന്താ ഭംഗി. കമോൺ പാറുക്കുട്ടി, എന്തൊക്കെയാ ഓണ വിശേഷം? സുഖം. സുഖം അത്രേ ഉള്ളൂ. പൂക്കളൊക്കെ ഇട്ടോ വീട്ടില്? ഇട്ടാൻ പോകുന്നു. ഓക്കെ, ആരപ്പ ഈ പൂക്കളം ഡിസൈൻ ഒക്കെ ചെയ്യാറ്? അമ്മയായിരിക്കും. ഇടാറുണ്ടോ? ഞാനും കൂടെ സഹായിക്കാറുണ്ട്. കൊളാക്കാറുണ്ടോ ഇങ്ങനെ ഇടയ്ക്ക് പോയിട്ട്? എനിക്ക് തോന്നി. അപ്പൊ ഓണത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ പാറുവിന്? പായസം കുടിക്കണം. അതാണ് കറക്റ്റ് ആണോ? ഇവിടെ ഇനി അതൊക്കെ അല്ലേ ഫുഡ്. ഓക്കെ, അപ്പൊ ഏത് പായസം? പാൽപായസം. ഓക്കെ, നമ്മുടെ മിമൂനോ? പാലട. പാൽപായസം, പാലട. പേടിക്കണ്ട, നമ്മളൊരു ഗംഭീര സദ്യ വിത്ത് പായസം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വേറൊരാള്, നമ്മുടെ ഒരു നായിക ഇവിടെ നാണം കുണുങ്ങി മിണ്ടാതെ നിൽക്കുന്നുണ്ട്. സുസ്മിത. സുസ്മിത എന്ന് വിളിക്കുന്നേക്കാ നേരം ദേവി എന്ന് വിളിച്ചു നോക്കൂ, പെട്ടെന്ന് വിളിയേക്കും. ദേവിയിലെ ദേവിയല്ലേ? ഓ ശരിയാണ്. 2 വർഷമായില്ലേ പേര്? ഓ, അപ്പൊ അതാണ് കൂടുതൽ രജിസ്റ്റർ ആയി തലയിൽ കിടക്കുന്നത്. അപ്പൊ ദേവി പറയൂ, എന്താ ഓണായിട്ട്
ഓണായിട്ട് ഓണാവാനാ വന്നത്. ഓണമായിട്ട് ഓണാവാനാണ് പിക്കപ്പ് ലൈനൊക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗുരുവായൂരപ്പന്റെ നാട്ടുകാരിയാണ് കേട്ടോ സുഷ്മിത. അപ്പൊ എനിക്ക് ഓണം കുറച്ചുകൂടി സ്പെഷ്യൽ ആയിരിക്കും അല്ലേ? എല്ലായിടത്തെയും പോലെ തന്നെ ഈ പൂക്കളം, പായസം, സദ്യ ഇതൊക്കെ തന്നെ ഈ സദ്യയും പായസവും ഒക്കെ അല്ലാണ്ട് ഓണം എന്ന് പറയുമ്പോ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഓർമ്മ എനിക്ക് ചെറുപ്പകാലത്തെ ഓണാണ്. എനിക്ക് എൻ്റെ അച്ഛമ്മ അവരൊക്കെ ഉള്ള നമ്മുടെ പൂവൊക്കെ പറക്കി പണ്ടത്തെ അങ്ങനെ പൂക്കളിടില്ലേ, അതൊക്കെയാണ് എനിക്ക് ഓർമ്മകള്. നാടൻ പൂക്കൾ. അതെ അതെ. എല്ലാവരും ഒരുമിച്ചൊക്കെ ആയിട്ട് ഇപ്പൊ ഇതേമാതിരി. അതിന്റെ ഇടയ്ക്ക് നാടൻ പൂക്കളം എന്ന് പറഞ്ഞാൽ വേണ്ട. ഞാന് അപ്പൊ ഈ ഹൈബ്രിഡ് പൂക്കളം ഏത്? നാടൻ പൂക്കളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ പറിച്ചെടുത്ത് നമ്മള് ചാണകം. മുറ്റത്ത് എന്തൊക്കെയുണ്ട് മോളെ? മുറ്റത്ത് മാത്രമല്ല, അടുത്ത അയലക്കത്തെ വീട്ടിൽ നിന്നൊക്കെ കട്ട് പൊട്ടിക്കും. പാടത്തുനിന്ന് പറിക്കാം. ഞാൻ നല്ല പാടത്തുനിന്ന്, പാടൊക്കെയുള്ള നാട്ടിൽ നിന്ന് വരുന്ന ആളാ. ഞാൻ നല്ല പാടത്തുനിന്ന് പറിക്കും, മുറ്റത്ത് മുറിക്കും. അപ്പൊ ഏതൊക്കെ പൂവാ? ഒരു മിനിറ്റ്, അത്തം ദിവസം ആദ്യം ഏത് പൂ ഇടും? അതെനിക്കറിയാമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും. നമ്മള് തുമ്പ ഇടും, മുക്കുറ്റി ഇടും, തുമ്പ, തുളസി ഇതൊക്കെയാണ് ആദ്യം ഇടുക. പിന്നെന്താ, നമ്മള് മന്ദാരുണ്ട്, ചെമ്പരത്തി ഉണ്ട്, കോളാമ്പി ഉണ്ട്. വേണ്ട മോനെ, ഞാൻ വരാ. കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, വേറെ ആരോടെങ്കിലും ചോദിക്കാന്ന് വിചാരിച്ചേ. ഇനി ഞാൻ ഇത് നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഞാൻ ചോദിച്ചു. എനിവേസ്, അപ്പൊ നാടൻ പൂക്കളം നല്ല ഓർമ്മകളൊക്കെയാണ്. സോ സുഗമോദേവിയിൽ എത്രാമത്തെ ഓണമാണിത്? ഇത് രണ്ടാമത്തെ. ഒരുപാട് വർഷങ്ങൾ അല്ലെ ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്കിങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് നിന്നാ മതിയോ? സദ്യ കഴിക്കണ്ടേ? ഗെയിം, നമുക്ക് ഗെയിമുകളുണ്ട്. പിന്നെ കുറച്ച് വിശിഷ്ട അതിഥികളുണ്ട്, അറിയോ? ആരാ ഒന്ന് ആദ്യം ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊന്ന് നമ്മള് സസ്പെൻസ് പിന്നീട് പൊളിക്കുന്നതായിരിക്കും. മാവേലിക്ക് സസ്പെൻസ് ഒക്കെ ഇഷ്ടമാണോ? സസ്പെൻസ് ഒക്കെ ഇഷ്ടമാണ്. ആരായിരിക്കും? നമ്മുടെ ലാലേട്ടനായിരിക്കോ? മാവേലി കുറച്ച് കൂടിയാ ചിന്തിക്കുന്നത്. മാവേലി വിചാരിച്ച വിജയ് സാറിനെ കൊണ്ടുവരാൻ വല്ല വഴിയും? നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഇവിടെ കുറെ തലപതി കട്ട ഫാൻസ് ഒക്കെ ഉണ്ട്. പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആള് വിളിച്ചാൽ ആള് വരും. അതാണ് ആള്. നമ്മുടെ റിയൽ ആഘോഷങ്ങൾ ആരംഭിച്ചാലോ? ഏത് മൂട്? അപ്പൊ നമുക്ക് നമ്മുടെ ആഘോഷങ്ങൾ ഒരു ഓണപ്പാട്ടോട് കൂടി തുടങ്ങിയാലോ? അതെ അതെ. ഇതിൽ ആരൊക്കെയാണ് ഗായകർ? ദിവ്യ ചേച്ചി പാടുമെന്തോ. ദിവ്യ ചേച്ചിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ചേച്ചിയിൽ ഒരു ഗായിക ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന്, അല്ലേ? കുറച്ചൊക്കെ മുഖം നോക്കി പറയാനറിയാം. ഇവിടെ ആരെങ്കിലും ചേട്ടന്മാരെന്താണ് മസിൽ പിടിച്ചിരിക്കുന്നത്? അഖിൽ ചേട്ടൻ പാടും. നമുക്ക് എല്ലാവർക്കും പാടാം. നമുക്ക് കൂട്ടത്തോടെ പാടാം. നിങ്ങളൊന്ന് ലീഡ് ചെയ്താൽ മതി. അതെ. Come on, come on. പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം കൊണ്ടിന്നുത്തായി മാത്രം പൂവയലിൽ നീ വരൂ ഭാഗം പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഞാൻ വിചാരിച്ചു ഈ പൂവിളിക്കൊരു അവസാനമില്ല, ആരും നിർത്തുന്നില്ല. മറ്റേ പാലും പഴവും പോലെ അതിന്റെ ഇടയിൽ കേശു മറ്റേ മിസ്റ്റർ ബീൻ ഹാലേലൂയ പറയുന്നത് പൂവിളിന്ന് മാത്രം അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ശ്രുതി പിടിച്ചത് മോനെ മതി ഇത്രയും തോന്നില്ലേ? ഞാൻ ആദ്യം മുതൽ പിടിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോ അതിന് മുമ്പ് നമ്മുടെ ആന്റി പിടിച്ചു. പാട്ടൊക്കെ ഗംഭീരായിട്ടുണ്ട്. പക്ഷെ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരാൾക്ക് വേണ്ടിയിട്ട്. ആർക്കാണ്? ദിവ്യ ചേച്ചി. സർപ്രൈസോ? ദിവ്യ ചേച്ചി എന്തെങ്കിലും ഗസ്സിംഗ് ആരെങ്കിലും? ദിവ്യ ചേച്ചി ഇവിടെ വന്നപ്പോ തൊട്ട് ആ മുഖത്തൊരു സർപ്രൈസ് വേണം പറയുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയല്ല, പൊങ്കാലിടാൻ എന്തെങ്കിലും പരിപാടിയാണ്. പൊങ്കാലയാണോ പൂക്കളാണോ നമുക്ക് സർപ്രൈസ് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ കാണണ്ടേ? സർപ്രൈസിങ് പോരട്ടെ. എവിടെ സർപ്രൈസ്? ഒരു മൊഴി പറയാം, ഉരുകിയ മനമിനി തഴുകാം മിഴികളിൽ. ഹാപ്പി ബർത്ത്ഡേ. ഇരുകൂടിൽ
ദിവ്യ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അറിയാതെതോ നോവിൻ കാലടികളിൽ പറയാതൊരു നാളും വീണുടയവേ. എന്തിനാ കരയണത്? വന്നത് ഇഷ്ടപ്പെട്ടില്ല. എന്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു പോയി. കഷ്ടായി അയ്യോ പോയി. ആദ്യം നല്ലൊരു കൈയടി കൊടുക്കാം. ഇല്ല, ഞാൻ രാവിലെ വിളിച്ചപ്പോ അമ്പലത്തിലാണെന്ന് പറഞ്ഞു. സത്യമായിരുന്നു, ചോറ്റാനിക്കര അമ്പലത്തില്. ഞാൻ ചോദിച്ചു വരുമോ. അല്ല, എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, പ്രിയങ്ക ചേച്ചി ചോദിച്ചു ഏട്ടൻ വരുമോ, ഇല്ല എന്ന് പറഞ്ഞു. ഇതാ ഇവളെൻ്റെ അടുത്ത് ചോദിച്ചു ഏട്ടനാണാ, അതല്ലേ ചേച്ചീൻ്റെ സർപ്രൈസ് ഏറ്റവും വലുത്. ഞാൻ പറഞ്ഞു ഇല്ല അമ്പലത്തിലായിരുന്നു എന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ഇവിടെ നിങ്ങളുടെ വിശേഷം ലൈക്ക് നിങ്ങളുടെ എന്താ പറയാ കല്യാണം ഇതെല്ലാം ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസിറ്റീവ്സ് ഒരുപാട് ചർച്ചകളൊക്കെ നിറഞ്ഞൊരു കല്യാണമായിരുന്നു അല്ലേ ചേട്ടാ? പറയൂ, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഈ ഓണം ഞങ്ങളുടെ ആദ്യത്തെ ഓണം. അപ്പൊ സ്പെഷ്യലാണ്. നമ്മുടെ ഫ്ലവേഴ്സിന്റെ കൂടെയാണ് അപ്പൊ ആദ്യത്തെ ഓണം അല്ലേ? ഈ ബർത്ത്ഡേ ആദ്യത്തെ ബർത്ത്ഡേ. എന്താ പറയാ, സാധാരണ ഓണത്തിന് ഓണ കോടിയൊക്കെ ആയിട്ടാണല്ലോ വരെ, ഇപ്രാവശ്യം ഓണ കേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല, ബർത്ത്ഡേ അല്ലേ ഇന്ന്, അപ്പൊ പിന്നെ ഓണം അതും കൂടി രണ്ടും കൂടി എനിക്ക് ഏറ്റവും അല്ല ജീവിതത്തിൽ ഇതൊക്കെയല്ലേ വലിയ അല്ലെ സന്തോഷം എന്ന് പറയുന്നത്. ഒന്നാമത് എനിക്കൊരു ജീവിതം തന്ന് എന്നെ സർപ്രൈസ് ആക്കി. ഇപ്പൊ ഇതാ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ. Happy birthday to you. Happy birthday to you. Happy birthday dear Divya. Happy birthday to you. അപ്പൊ ഇവർക്ക് സർപ്രൈസ് ഒക്കെ കിട്ടി. ഇനി വേറെ ആർക്കെങ്കിലും അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം. അവിടെ നമുക്കൊരു യൂ ടേൺ എടുത്ത് ഇങ്ങോട്ട് കേക്ക് കൊടുക്കാം. ക്രിസ് വേണുഗോപാൽ ചേട്ടൻ ഭയങ്കര ഒരു സിംഗറാന്ന് കൂടി കേട്ടിട്ടുണ്ട്. സോ ഇപ്പൊ ഇവിടെ വന്ന സ്ഥിതിക്ക് പാട്ട് പാടാതെ വിടാൻ പറ്റില്ല. ഞങ്ങളൊരു പൂവിളി ഒരു 1.5 വിളിയാക്കി ഇങ്ങനെ നല്ല വൃത്തിയായി വെച്ചിട്ടുണ്ട്. അതെന്താ പൂവിളി നിലവിളിയായി. സോ അതിനെ ഒന്ന് കവറപ്പ് ചെയ്യാൻ ഒരു പാട്ട് പാടിത്തരൂ. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ, അറിയാതൊരോമൽ പീലി തിരയുന്നു തമ്മിൽ നാം, കാണാതിരുന്ന നേരമാകെ തനിയായി നാം, മഴ പാടും കുളിരായി വന്നതാ ഇവൾ. സത്യം പറയാം, എനിക്ക് കൈ അടിക്കാനല്ല തോന്നിയേ, കുറച്ചും കൂടി അല്ലേ ആ പാട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ്, ഈ ഒരു മൂഡ്, ചേച്ചിയാണെങ്കിൽ വളരെ റൊമാൻറ്റിക് മൂഡിലേക്ക് പറഞ്ഞു പോയി. അതിപ്പോ വലിയ കഷ്ടമായല്ലോ ഇപ്പൊ ഭർത്താക്കിനെ ഒക്കെ വിളിച്ച് നമ്മളിങ്ങോട്ട് വരുത്തി. നിങ്ങക്ക് ഇവിടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അല്ലേ, ബുദ്ധിമുട്ടാവോ പാട്ടൊക്കെ പാടിത്തരാൻ പറഞ്ഞു? ഇങ്ങനെ ആ ഒരു ലോകത്തേക്ക് പോയി നിങ്ങളുടെ കല്യാണമൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്തോ? ഞാൻ എപ്പോഴും ഏട്ടൻ പറഞ്ഞ പോലെ കുഞ്ഞുമോളെ എന്ന് വിളിക്കുന്നതിൽ ഞാനൊരു കുഞ്ഞാണ് ശരിക്കും ഏട്ടൻ്റെ. അപ്പൊ എനിക്ക് അല്ല ഒത്തിരി സ്നേഹം തരുന്നുണ്ട് എനിക്ക്. അയ്യോ ഇല്ല. ഈ ഒരു മൂഡിൽ നമുക്ക് ഈ മൂഡ് മാറ്റാൻ ഒരു പാട്ടും കൂടി ഞങ്ങളെയൊക്കെ കരയിപ്പിക്കാൻ വേണ്ടി. നമ്മൾ ഏത് മൂഡാണ്? അത് നമുക്ക് സങ്കടം വേണ്ട, നമ്മൾ ഹാപ്പി എനർജറ്റിക് പാട്ടാണ്. ഒരു അല്ലെങ്കിൽ ചേച്ചി അങ്ങോട്ടൊരു റിപ്ലൈ സോങ് പോലെ കൊടുക്കും. നല്ലൊരു പാട്ട് ചേട്ടൻ തന്നെ പാടൂ ഒരു ഹാപ്പി സോങ്. നമുക്ക് റൊമാൻസ്. ഞാനും എന്താളും ഈ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട്
കപ്പലിലാണേ ആ കുപ്പായക്കാരി നോക്കി ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. അതെ, ഞാനിനി ഇടയിൽ കയറി നിൽക്കാം. കാരണം ഇവരിനി അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അടുത്ത പാട്ട്, അടുത്ത ഓർമ്മകൾ, പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി, ഇനി ഫുൾ നോക്കി നോക്കി ഭയങ്കര പ്രശ്നമാവും. ഞാൻ അവന്റെ ഇടയിൽ നോക്കി ഇതൊന്നും വേണ്ട, വേഗം ആയാ പാവം ഇവിടെ ഒരാൾ കുറെ നേരം കേക്ക് നോക്കുന്നു, സദ്യ ആയോന്ന് തോണ്ടി ചോദിക്കുന്നു. സോ നമുക്കിനി ഈ നോട്ടം തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തി വെക്കാം. വേഗമൊക്കെ തീർത്തിട്ട് വേണം ചേച്ചിക്ക് പോകാനുള്ളതൊക്കെ, അതുകൊണ്ട് വേഗം. ഓ, അത് പറഞ്ഞപ്പോഴാണ് അവാർഡ് ഉണ്ടല്ലേ. അയ്യോ നിങ്ങൾ പറയും, ഞാനായിട്ട് പറയണോ? ചേച്ചി പറയൂ. അതല്ലേ സുഗമോ ദേവി എന്ന സീരിയലിൽ ഭാർഗവിക്കാണ് ഇത്തവണത്തെ സഹനടിക്കുള്ള അവാർഡ്. അത് ഫ്ലവേഴ്സ് ആണ് ആ ഒരു ക്യാരക്ടർ എനിക്ക് തന്നത്. അത് ഫൈസൽ അടിമാലി വളരെ ഭംഗിയായി പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ ചെയ്തു. ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം എൻ്റെ കൂടെ അഭിനയിച്ചിട്ടാണ് ഞാനത് നല്ല രീതിയിൽ കൊണ്ടുപോയത്. വലിയ സന്തോഷം, ഫ്ലവേഴ്സിനോട് വലിയ താങ്ക്സ്. അങ്ങനെ നമ്മൾ കുറെ സംസാരിച്ചു, പാട്ടുകളൊക്കെ പാടി. പാട്ട് കുറച്ച് കയ്യിൽ നിന്ന് പോയെങ്കിലും നമ്മൾ വളരെ നന്നായി പാട്ട് പാടി അല്ലേ. നമ്മളെ തളർത്താൻ പാടില്ലല്ലോ അല്ലേ. നമ്മൾ അതെ അസലായിട്ട് പാടി. നമ്മൾ കേക്ക് മുറിച്ചു, ഇവരുടെ റൊമാൻറ്റിക് മൊമെന്റ്സ് നമ്മൾ സാക്ഷ്യം വഹിച്ചു, സർപ്രൈസസ് കണ്ടു. അങ്ങനെ നമ്മൾ ഈ മനോഹരമായ ഈ സ്ഥലത്ത് വന്നിരിക്കും. എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട്? അടിപൊളി. പക്ഷേ ഏത് മൂഡിലായിരിക്കുന്നേ? അപ്പൊ ആ ഓണം പവർ വരണ്ടേ? വേണം. പവർ കൂടിയിട്ട് നീന്താൻ പോലും അറിയത്തില്ല, അത്രയും പവർ വേണോ? അല്ല, ഇവിടെ നീന്തേണ്ട ആവശ്യമില്ല. താമരയൊക്കെ എണ്ണിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. വേഗം അടുത്ത പരിപാടി നമുക്ക് വേണം. ആയിക്കോട്ടെ. അപ്പൊ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് ഉടനെ പോകുന്നതിന് മുന്നേ 2 ആൾക്കാര് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ 2 ആൾക്കാർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ വീട്ടില് കുറച്ച് ഓണപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവർ എത്താൻ കുറച്ച് വൈകി, എന്നാലും എത്തിയിട്ടുണ്ട് അല്ലേ. അല്ല, ലേറ്റ് ആണെങ്കിൽ ലേറ്റസ്റ്റ്. അതെ, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? ത്യാഗരാജനാണത്. ഒരാളെ പരിചയപ്പെടുത്താൻ യോഗ്യത ത്യാഗരാജനാണ്. പ്രഭാവതി. അപ്പൊ എനിക്കെന്താ യോഗ്യതയില്ലേ? കൂടുതൽ സംസാരിക്കണ്ട. യോഗ്യത മുഴുവൻ എനിക്ക് എന്റെ പ്രഭകുഞ്ഞ, എന്റെ ചങ്കാണ്. ചങ്ക് എന്റെ പ്രഭകുഞ്ഞ. ഇപ്പൊ തന്നെ ഒരാള് തുടങ്ങിയപ്പോ വരുന്നുണ്ട്. അല്ല ചേച്ചി, കുഴപ്പമില്ല. ഞാനൊരു അബദ്ധത്തിൽ പറയരുത്. പിന്നെ നമുക്ക് ചിലപ്പോ കൈവിട്ട് പോകും കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ തന്നെ ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ സ്വന്തം സ്വീറ്റ് ഐശ്വര്യ മാമിനെ. നല്ലൊരു എനിക്ക് പക്ഷേ ഐശ്വര്യ മാമിനെ കാണുമ്പോ ഇപ്പോഴും നമ്മുടെ പണ്ടത്തെ പോമോനെതി അല്ലെ, ആ ഒരു കാലഘട്ടങ്ങളാണ് എന്റെ മനസ്സിൽ ഓടിക്കളിക്കുന്നത്. നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും നല്ല പാട്ട് വാ മനോരഞ്ജിനി സുരംഗിനി സൂപ്പർ സുരസുന്ദരി അല്ലേ. അപ്പൊ നമുക്ക് ആ പാട്ട് പാടാം. നമ്മൾ ഗായകരാണല്ലോ, പ്രൂവ് ചെയ്താണല്ലോ. പാടുവോ? വാ മനോരഞ്ജിനി സുരംഗിനി സൂപ്പർ സുരസുന്ദരി, മനോരഞ്ജിനി സുരംഗിനി സൂപ്പർ സുരസുന്ദരി, നളചരിതം കഥയിൽ നവയന്തിയോ കന്യാശ്രമത്തിൽ വാഴും മനോരഞ്ജിനി സുരംഗിനി സൂപ്പർ സുരസുന്ദരി, ബാബാ മനോരഞ്ജിനി സുരംഗിനി സൂപ്പർ സുരസുന്ദരി. ഐശ്വര്യ മാം, ഇതിലും കൂടുതൽ ബ്യൂട്ടിഫുൾ ഇൻട്രോ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ലല്ലോ. നോട്ട് പോസിബിൾ. ബെസ്റ്റ് ഇൻട്രോ. അതാണ്. ഒരുപാട് സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ തമിഴായാലും മലയാളമായാലും ഒരുപാട് ബ്യൂട്ടിഫുൾ മൂവീസ് ചെയ്ത് ഇപ്പൊ ഒരു സീരിയൽ ലൈഫിലേക്ക് വരുമ്പോ എന്താ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഞാൻ മുമ്പേ സീരിയൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്തിലിருந்து സീരിയൽ தான் സോറ്. ഓക്കെ. റോട്ടി കപ്പട മക്കാൻ ഓൾ സീരിയൽ. അത് എപ്പോ ബിരിയാണി മാതിരി വരും സിനിമ. എന്നാൽ തമിഴിലാണോ കൂടുതൽ അപ്പൊ ചെയ്തിരുന്നത്? അങ്ങനെയല്ല, മലയാളത്തിലാണ് കൂടുതൽ സീരിയൽസ്. അതെയോ? അപ്പൊ ഞാൻ കുറച്ച് ഹിസ്റ്ററി നോക്കാൻ മറന്നുപോയി, ക്ഷമിക്കണം. ഇപ്പോഴത്തെ സീരിയലിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എങ്ങനെ പോണു ആ സെറ്റ്? നിങ്ങളുടെ ഒരു കൂട്ടായ്മ എങ്ങനെ കുഞ്ഞെ പറഞ്ഞു കൊടുക്ക്. ഞങ്ങൾ എല്ലാവരും ലൈക്ക് ഒരു ഫാമിലി മാതിരി എല്ലാവരും ഒരുമിച്ച്. കേരളയിൽ സെറ്റിൽഡ് ആണോ അതോ
ചെന്നൈ തന്നെ. അപ്പൊ ചെന്നൈ ലൈഫ് ആൻഡ് കേരള ലൈഫ് എങ്ങനെ, എന്താ വ്യത്യാസം? ഇത് ജോലി, അത് വീട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ ശരി, ഓക്കെ. ജോലി, വീട്, ഓണം എങ്ങനെ അവിടുത്തെ ഇവിടുത്തെ ഡിഫറൻസ്? ഒന്നുമല്ല, സെയിം. അവിടെയും മലയാളീസ് എല്ലാവരും പൂക്കോലം, അതൊക്കെ ഓണസദ്യ എല്ലാം. ഒരുപാട് നല്ല മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അവിടെ. ആ റെസ്റ്റോറൻറ്റ്സിൽ ഓണസദ്യ കിട്ടും. അപ്പോൾ ഞങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, അപ്പോൾ ഓണസദ്യ മേടിച്ചിട്ട് നന്നായിട്ട് കഴിക്കും. അപ്പോൾ വലിയ വ്യത്യാസം തോന്നില്ല. നോ ഡിഫറൻസ്. തമിഴ്നാട് കേരളയിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. കുറെ ഈ പൂക്കോലം. യു മീൻ പൂക്കളം? പൂക്കോലം. പൂക്കോലം. ആ പൂക്കോലം ഒക്കെ ലൈക്ക് യു കൻ മേക്ക് ഔട്ട് ഇറ്റ് ഇസ് മലയാളീസ് ഹൗസ് ഇഫ് ദേർ ഇസ് പൂക്കോലം. ഓണത്തിന്റെ സമയത്തിൽ ഇഫ് യു സീ ദ ഫ്ലവർ കോലം, അപ്പോ ഓക്കെ ദിസ് ഇസ് മലയാളിയുടെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാളികൾ മാത്രമല്ല, ഇപ്പൊ വേറെ ആൾക്കാരല്ലേ നമ്മുടെ കൾച്ചറിനൊക്കെ അഡാപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ പുറത്തെ ഫംഗ്ഷൻ അല്ലേ, ഇപ്പൊ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ഈ ഹൽദി മെഹന്തി ഒക്കെ ആക്ച്വലി നോർത്ത് ഇന്ത്യൻ ഫംഗ്ഷൻസ് ആണ് നമ്മൾ. പക്ഷെ ഇപ്പൊ അതെല്ലാം അഡാപ്റ്റ് ചെയ്ത് അപ്പൊ ഇതുപോലെ നമ്മുടെ കാര്യങ്ങൾ അവരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിവേസ്, അതെന്താണ് അവിടെ ഒരു കൂട്ടം വന്നപ്പോ ഞാൻ ശ്രദ്ധിക്കുന്നത്? അത് ഞങ്ങളുടെ മഹാലക്ഷ്മി ടീമാന്ന് തോന്നുന്നു. അത് മഹാലക്ഷ്മി നമ്മുടെ മെയിൻ സ്വിച്ച് അവിടെ ആയിരിക്കണം, അത് വന്നാലേ പവർ വരുന്നുള്ളൂ. മെയിൻ സ്വിച്ച് അവിടെ പോയി. ഓ, അത് ശരിയല്ലല്ലോ. അങ്ങനെയുണ്ടോ? അത് കുറച്ച് തള്ളല്ലേ? അല്ലേ, എനിക്കറിയില്ല. അതെ, ഈ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെല്ലേണ്ടത് അങ്ങോട്ടാ, കുറച്ച് തള്ളാം. ശരി ശരി. ഓക്കെ, ഞാൻ വരാം, അങ്ങോട്ട് വരാം. നിങ്ങളെ ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. സംഗതി അറിയാൽക്കൊടുത്താക്കരുത്. ചേട്ടൻ വന്നേ ഒരു സ്വകാര്യം പറയട്ടെ. നമുക്ക് വേറൊരു ഗസ്റ്റും കൂടിയിട്ട് ലയ ചേച്ചി എന്നല്ല, കുട്ടിമണി. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ വന്നിട്ട്? ഒരുപാട് സന്തോഷം. അമൃത ഇപ്പൊ 10th പഠിക്കുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു അമൃത 2015 അതായത് ഫ്ലവേഴ്സിന്റെ തുടക്ക സമയത്ത്. ഞാൻ 10th ക്ലാസ്സിൽ പഠിക്കും. അതെ. അപ്പോൾ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ തറവാട് പോലെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു തറവാട്ടിൽ പോകുന്ന ഫീലാണ്. ഇവിടുത്തെ ഓരോ പ്രോഗ്രാമും നമ്മൾ വീട്ടിൽ ആഘോഷിക്കില്ല, അതുപോലെയാണ് എനിക്ക്. അപ്പോൾ 10 വർഷം കഴിഞ്ഞു, 2025 ഞാൻ കുട്ടിമണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തത്. 3 മണി സീരിയൽ. 3 മണി ഒരുപാട് പ്രാവശ്യം 5 മണിക്കാണ്. 5 മണിക്ക്. അതെ, 3 മണി. അത് അവർ അന്നേരമൊക്കെ ആങ്കേഴ്സ് കളിയാക്കി പറയും 3 മണി വൈകിട്ട് 7 മണി, 3 മണി 7 മണി. ഇപ്പൊ 3 മണി വീണ്ടും 5 മണിക്ക്. അപ്പോൾ കുട്ടിമണിയായ ഞാനിപ്പോ ഒരു വളർന്ന വലിയ മണിയായിട്ടുണ്ട്. എനിക്കൊരു കുഞ്ഞു മണിയായിട്ടുണ്ട്. ഒരു 3.5 വയസ്സുള്ള മോളുണ്ട്. ഞാനിപ്പോൾ ബഹ്റൈൻ സെറ്റിൽഡ് ആണ്. എനിക്ക് തോന്നുന്നു സീരിയൽ കഴിഞ്ഞിട്ടും ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചില സംഭവങ്ങൾ ഇപ്പോൾ റീലൊക്കെ. അതെ, അത് ഞാൻ എപ്പോഴും പറയുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിന്റെ വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോഴും ആൾക്കാർ എന്നെ കാണുമ്പോൾ ഇപ്പോഴും അത് നമ്മൾ ആർട്ടിസ്റ്റുകളല്ല, അല്ലാത്തവരും. ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് എയർപോർട്ടിലൊരു കസ്റ്റംസിലൊരു മാഡം ഇതിന്റെ കാര്യമാണ് പറയുന്നത്. 3 മണിയുടെ കാര്യമാണ് പറയുന്നത്. അത് വലിയൊരു ഭാഗ്യമാണ്. ഒരു സീരിയൽ ഇത്രയും വീണ്ടും റീച്ച് ടെലികാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സക്സസ് തന്നെയാണ്. അതെ. ഒരു ഡയലോഗ് ആവാം. ഹരിശാന്തേട്ടാ വേണോ? കുട്ടിമണിയെ രക്ഷിക്കണേ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയായിരുന്നു ഒരു ലുക്ക്. കണ്ണിങ്ങനെ വന്നിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഇത്രയും വലിയൊരു വീട്ടിൽ ഇതുപോലെ സുന്ദരികളായിട്ടുള്ള ചേച്ചിമാരുടെയും ഈ ചേട്ടന്മാരെയൊക്കെ കൂടെ ഈ ഓണം എനിക്ക് ആഘോഷമാക്കാൻ പറ്റിയൊരു ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. എന്നെ അറിയാവുന്നവർ പറയും ലൈക്ക് അതിൽ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. അല്ല, നല്ലല്ലേ, നമ്മളെപ്പോഴും കുട്ടിത്തം നമ്മുടെ ഉള്ളിൽ വേണം. തീർച്ചയായും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും എനിക്ക് വലിയൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് ഞാൻ പറയല്ലോ, 3 മണി ഫ്ലവേഴ്സിൻ്റെ ഈ ചാനലിൻ്റെ ഇത്രയും ഹിറ്റായ പോപ്പുലറായ ചാനലിൻ്റെ തുടക്കത്തിലുള്ള ആദ്യത്തെ കൺമണികളായിരുന്നു ഞങ്ങളൊക്കെ, അന്നത്തെ സീരിയൽ കുട്ടിമണിയൊക്കെ. അപ്പോൾ ഇപ്പോൾ വരുന്ന ഇപ്പോഴത്തെ തലമുറയിലെ ഒരുപാട് സീരിയലുണ്ട്. മഹാലക്ഷ്മി, സുഗമോദേവി സീരിയലുണ്ട്. അപ്പം ഇതിനെയൊക്കെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചങ്കോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് 3 മണി അന്ന് 7 മണിക്കായിരുന്നു. ഇപ്പോൾ 3 മണി എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്കാണ്. അപ്പം എല്ലാവരും എല്ലാ ദിവസവും 5 മണിയാകുമ്പോൾ കണ്ണിൽ എന്തോ വെച്ച് ക്രൂഡ് ഓയിൽ, കാരണം ഞാൻ ബഹറിലാണേ. ബഹറിലായതുകൊണ്ട് അതിനെ ഒന്ന് പ്രൊമോട്ട് ക്രൂഡ് ഓയിൽ ഒഴിച്ചിട്ട് വേണം കാത്തിരിക്കാം. ഓക്കെ, നാട്ടിലുള്ളവർ വല്ല നല്ലെണ്ണയോ അപ്പുറം കിട്ടുന്ന എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. അങ്ങനെ പിക്കപ്പ് ലൈൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. എന്താണ് കുറെ നേരം എന്നെ തോണ്ടുന്നു.
വിശക്കണം. എന്റെ ഇരുത്തം കണ്ടില്ല, ഞാൻ ഇപ്പോഴേ ഇലട്ട് സദ്യ കഴിക്കാനുള്ള സെറ്റായിരിക്കുകയാണ്. ഇനി എന്നെ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവരുത്തിയാൽ പോയി കഴിക്കായിരുന്നു. വിശക്കണില്ലേ? ശരി, അപ്പൊ എന്നാ നമുക്ക് അങ്ങോട്ട് കഴിച്ചാലോ? പാറു കഴിക്കണ്ടേ? കഴിക്കണം. പായസം. അപ്പോ ഇനി ഓണം മൂടല്ല, ഏത് മൂട്? സദ്യ മൂട്. Come on. ഓണമായല്ലോ, നാടാകെ ഓണാണല്ലോ, കാതേ പൂക്കളമാകാലോ, ഇനിയൊരു പൂവിൽ കേൾക്കാലോ. ഓണമായല്ലോ, നാടാകെ ഓണാണല്ലോ, കാതേ പൂക്കളമാകാലോ, ഇനിയൊരു പൂവിൽ കേൾക്കാലോ. ഓണാണല്ലോ, നാടാകെ ഓണാണല്ലോ, ഓണം ഒന്നാക്കിലോ, ഓണം ഒന്നാക്കിലോ, ഓണം ഒന്നാക്കിലോ, ഓണം ഒന്നാക്കിലോ. മറ്റേ പൈനാപ്പിൾ പച്ചടിയിലും മുന്തിരിയിലും ഒരു ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഹലോ മാളു, അതാണ്. മാളവിക കഴിച്ചോ? അല്ല, അതിന്റെ ഡിസ്കഷനിലായിരുന്നു. നന്നായിരുന്നില്ലേ? നന്നായിരുന്നു. ആ പൈനാപ്പിൾ പച്ചടി സൂപ്പർ. സൂപ്പർ, ഇഞ്ചിപ്പുളി അടിപൊളി. അതൊക്കെ ഇഷ്ടപ്പെട്ടു. സദ്യ കഴിഞ്ഞു, പായസവും കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഹാങ് ഓവർ അല്ലേ? നല്ല സദ്യ. അടുത്ത പരിപാടിക്ക് കിടക്കണ്ടേ? ഏതാ? അല്ലേ? എന്താണ് അടുത്ത വീട്ടിൽ പോട്ടെ, നമുക്ക് അടുത്ത പരിപാടി പറ. അവർക്ക് വീട്ടിൽ പോണം. ഞങ്ങള് പക്ഷെ ഇപ്പോഴും ആ സദ്യയുടെ ഒരു ഹാങ് ഓവറിലേക്ക്. അടുത്ത പരിപാടി ആയിക്കോട്ടെ, നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമുക്ക് ഏതാ ഫ്ലൈറ്റ് മിസ് ആവരുത്. ഓക്കെ, നമുക്ക് അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഓക്കെ, ഒരു ഓണം മൂഡ് അടിക്കൂ വേഗം. ഏത് മൂഡ്? അപ്പോ ഇനി എന്താ പരിപാടി? ഗെയിം കളിച്ചാലോ? ഗെയിം കളിക്കണോ? ഇപ്പൊ ഈയിടെയായിട്ട് ട്രെൻഡിങ് ആയതാണ് ഈ പിക്കപ്പ് ലൈൻസ് പറയലൊക്കെ കേട്ടിട്ടില്ലേ? നമ്മളിങ്ങനെ ഭയങ്കര ക്യാച്ചി. അല്ല, വെറുപ്പിൽ അല്ലെങ്കിൽ വേറെ പരിപാടി ഉണ്ട്. എന്താ? നമ്മുടെ ആങ്കർ ചേച്ചി അഥവാ നമ്മുടെ മളവ ചേച്ചി ചാടുന്നു, ആദ്യത്തെ അതി ചവിട്ടുന്നു, രണ്ടാമത്തെ അതി ചവിട്ടുന്നു, മൂന്നാമത്തെ ചവിട്ടുന്നു. വെറൈറ്റി സാധനം അവിടെ തന്നെ ഇരുന്നു, ഇങ്ങോട്ട് വരരുത്. അവിടെ ആ മൈക്ക് അവിടെ ഇരുന്നു. ഇപ്പൊ വേണ്ടത് പിക്കപ്പ് ലൈൻസ് ആർക്കൊക്കെ അറിയാം? എനിക്കറിയാം. ഞാൻ തുടങ്ങാം. അതാ ഒരാൾ എനിക്ക് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാരെയാണ് ഇഷ്ടം. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. Yes, come on. കടയിലുണ്ട് മഞ്ച്, മഞ്ചിലുണ്ട് ക്രഞ്ച്, നിന്നെ കാണാൻ മുഞ്ച്. ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയുണ്ടോ ഇതുപോലത്തെ പിക്കപ്പ് ലൈൻസ്? എന്റെ കയ്യിലുണ്ട്. ആ, ഓക്കെ, പറഞ്ഞോളൂ. എന്റെ കയ്യിലുണ്ട്. ആ, എന്റെ കയ്യിൽ മൈക്ക്, എന്റെ കയ്യിലുണ്ട് ബൈക്ക്, എനിക്ക് നിന്നോട് ലൈക്ക്. കുളിക്കാൻ ഒരു മഗ്, അടിക്കാൻ ഒരു പെഗ്, എനിക്ക് ആരെങ്കിലും ഒന്ന് ഹഗ്. ഇനിയുണ്ടോ? ഇനി ഞാൻ പറയാം. ഓക്കെ. മഴയത്തുണ്ടൊരു മാക്കാച്ചി, ഇരുട്ടത്തുണ്ടൊരു കോക്കാച്ചി, നീയാണ് എന്റെ വാവാച്ചി. അതാ ഞാൻ ഇതൊന്നും മറച്ചില്ല. താങ്ക് യു. ബാബാച്ചി. ഇനി ഉണ്ടോ അങ്ങനത്തെ ഇത്തരത്തിലുള്ള മനോഹരമായ ആചാരങ്ങൾ? മുറ്റത്തുണ്ട് ചരല്, പുഴയിലുണ്ട് പരല്, നീയാണ് എന്റെ കരള്. ഇനി വേണമെങ്കിൽ ആ തൂണിന് ഇത്തിരി കിട്ടിയ ചാൻസിന് മൂപ്പര് കരളൊക്കെ. ഞാൻ ഈ പുള്ളിയുടെ കുഞ്ഞിലേ തൊട്ട് എന്നെ പൊക്കി എടുത്തിട്ടുള്ള ആളാ. കുഞ്ഞായിരിക്കും. എനിക്ക് അത്ര പ്രായമില്ല. അതെ, മോളെ കുഞ്ഞിനല്ലേ പൊക്കിയെടുത്തത്. ഇപ്പോഴും ഒരു കുറവില്ല, വേണേ നിന്ന് നോക്കിയേ. അനന്യ കുറച്ച് നേരായിട്ട് എന്തോ പറയാൻ നിൽക്കുന്നുണ്ട്. കഴിക്കാൻ ബ്രെഡ്, കിടക്കാൻ ബെഡ്, നിന്നെ കണ്ടപ്പോൾ ഞാൻ ഡെഡ്. എല്ലാരും എന്റെ മുഖത്ത് നോക്കി പറയുമ്പോ എനിക്ക് നല്ല സുഖം. ഇവിടുത്തെ കണ്ട് തുടങ്ങിയുള്ളൂ, പിന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഓണത്തിനുണ്ട് പയറ്, മാവേലിക്കുണ്ട് വയറ്, നീയാണ് എനിക്ക് ഡിയറ്. നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വന്നിരിക്കുകയാണോ? അല്ല, എത്ര കൃത്യമായിട്ടാ പറയുന്നത്. അല്ല, പിക്കപ്പ് ലൈൻസ് ഒക്കെ അങ്ങനെ വരുമല്ലേ? നല്ല ശീലം തോന്നുന്നു. ഇനി ആരെ കുറെ നേരമായി പറയണം. കാക്കയ്ക്കുണ്ട് കൂട്, ഇവിടെ ഓണം മൂട്, എന്റെ പാലക്കാട് ഒടുക്കത്തെ ചൂട്. ഒരു പാലക്കാടുകാരി എന്നുള്ള നിലയ്ക്ക് എനിക്കത് ഇത്തിരി കൂടി ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞങ്ങളിപ്പോ പാലക്കാട്
പാലക്കാട് ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോ ഇത് പറഞ്ഞേ പറ്റുള്ളൂ. പറയണം. ശിവാനി എന്തൊക്കെയോ പറയല്ല. കോളേജിൽ ഹിറ്റ് ആയ റൈറ്റ് ഉണ്ട്, കാറിലുണ്ട് ബമ്പർ, പഞ്ചായത്തിലുണ്ട് മെമ്പർ. തരുമോ നീ എനിക്ക് നിന്റെ നമ്പർ? രമചേച്ചിക്ക് എന്തോ പറയാനുണ്ട്? അടുക്കളയിലുണ്ട് തീയ്, നെയ്റോസ്റ്റിലുണ്ട് ഗീയ്, എന്റെ ഹൃദയത്തിലുണ്ട് നീയ്. കൊള്ളാം കൊള്ളാം. Oh my God. Okay, Juhi, come on. Shoot. Okay. ചിരിച്ചാൽ ചറപറ, കഴിക്കാൻ നിറപറ, നിനക്കിഷ്ടമാണെങ്കിൽ നീ അത് പറ. പറയാൻ ആരുമില്ല, അതാണ് പ്രശ്നം. ഇത് ഈ ഷോ കഴിഞ്ഞിട്ട് പരിഹാരം ഉണ്ടാക്കാം. പൊന്നുമോളെ ചതിക്കല്ലേ. ബാറിലുണ്ട് ബില്ല്, അരി പൊടിക്കാൻ മില്ല്, നീ പോയാ എനിക്ക് പുല്ല്. ഇതിപ്പോ എവിടുന്ന് കിട്ടി ഇത്ര മോട്ടിവേഷൻ? ആക്ച്വലി എന്നെ നോക്കിട്ടല്ല, അമൃതനെ നോക്കിട്ട് പറഞ്ഞതായ ചേട്ടന്മാര് ചീത്ത പറയാൻ. അല്ലല്ല, അമൃതോട് പറയാനുള്ള ദൈവം ഇവ കണ്ടു വേറെ ആർക്കും വേണ്ടി പറയുന്നതല്ല. ഓക്കെ. താഴെയുണ്ട് മണ്ണ്, മുകളിലുണ്ട് സണ്ണ്, നീ എൻ്റെ പെണ്ണ്. നല്ല പോറായിരുന്നു. നിങ്ങൾ പറഞ്ഞത് കൊള്ളായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല അവർ കയറൂരി വിടരുത്. വേണ്ടായിരുന്നു, എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? എന്തെങ്കിലും വേണോ? സ്കൂളിലുണ്ട് ക്ലാസ്, ചായ കുടിക്കാൻ ഗ്ലാസ്, എന്നോട് കളിച്ചാ നീ ക്ലോസ്. പാറു, ഇതാരാ പറഞ്ഞെന്ന് സത്യം പറഞ്ഞു? ഞാൻ തന്നെ ഉണ്ടാക്കി പറഞ്ഞ. ചുമ്മാ സത്യം. ഓക്കെ, അപ്പൊ പിക്കപ്പ് ലൈൻസ് എനിക്കുണ്ട്. ഓക്കെ, ഇതിന്റെ ഓഫ് എവിടെ? ഞാൻ പറയട്ടെ. കുളിച്ചാൽ ഫ്രഷ്, തേക്കാൻ ബ്രഷ്, എനിക്കുണ്ടൊരു ക്രഷ്. എന്തായാലും ഇനി ഞാൻ എല്ലാരും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്ക് പറയണം. ശരി, എന്നാ പറഞ്ഞു. മീനിനുണ്ട് മുള്ള്, നിനക്ക് തരും നുള്ള്, എനിക്ക് ചുറ്റും മുട്ടൻ തള്ളു. അത് ചിലപ്പോ ശരിയായിരിക്കും. ആ ലാസ്റ്റ് പറഞ്ഞത് അത് ശരിയായിരിക്കും. അതോടുകൂടി നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഉള്ളിൽ മധുന മധുപക്ഷമോ. അയ്യോ ചേച്ചി ഒന്ന് മാറി തരും, ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. എന്തുവാ? അല്ല ഒന്ന് മാറി. എങ്ങനെ? അമൃതയുടെ ചേച്ചിനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ഓണം മൂട്, കൊലക്കര മൂട്, മറ്റേ മൂടൊന്നും പറഞ്ഞ് കുറെ നേരമായി ഞാൻ വെളിയിൽ വന്ന് കാത്തിരിക്കുന്നു. ഉച്ചക്കൊക്കെ ചോറൊക്കെ കഴിച്ചായിരുന്നു എല്ലാവരും? കഴിച്ചു. കഴിക്കും, കാരണം അതങ്ങനെയാണല്ലോ. കഴിച്ചില്ലേ? കഴിച്ചില്ല. അല്ല ഇതാരാ ചോദിച്ചില്ലാരും ഒന്നും കഴിക്കുന്നുണ്ട്. അല്ല ചേച്ചി, എനിക്ക് നിങ്ങളെ തന്നെ പോകാൻ പോകാൻ നിങ്ങളെ തന്നെ അല്ല, എനിക്ക് ഇവിടെ ഇങ്ങനെ അതല്ല. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, കർക്കടകം, തള്ള തള്ള തള്ളി തള്ള. കബഡി നിർത്തിയായിരുന്നോ? 25 വർഷമായി ഞാൻ ഫീൽഡിൽ വന്നിട്ട്. അതിൽ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ പല ഡാൻസ് പരിപാടികളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റും കിട്ടിയില്ല. 25 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു വേഷം തട്ടിയെടുത്തോണ്ട് അങ്ങ് പോയിട്ട് വന്നിരിക്കണം ഓണം ഉണ്ണാൻ വേണ്ടി ഇവിടെ. അല്ല ഇതിപ്പോ ആരാ? നിങ്ങൾ ആരാന്ന് മനസ്സിലാവും? പ്രായമുള്ളൊരു കണ്ടാ തോന്നുന്നുള്ളൂ, നല്ല പ്രായമുണ്ട്. നിങ്ങൾ അങ്ങോട്ട് നോക്കി നോക്ക്. കൊച്ചേർക്കാ നേരത്തെ വെള്ളത്തിലോട്ട് ഇടി. ഞാൻ പറഞ്ഞു പ്രായമുള്ളവർ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. அக்கா என்ன தெரியுமா? இல்ல. 25 வருஷங்களுக்கு முன்பு. 25 வருஷம் முன்னாடியும் தெரியாது. என் நரசிங்க எடுத்துட்டு போய் நீ. நரசிம்மத்தை எடுத்துட்டு போயா? என் லாலத்துல கொண்டு போய் நீ. ஐயோ, அவர் பொண்டாட்டி அவர் தான் ஏன் கூட்டி போக முடியும்? யாருக்கு தெரியுமா? யாரு? അരമണ്ഡലം നക്ഷത്ര ശോഭ. നക്ഷത്ര தெரியாதா? കേരളത്തെ എല്ലാരും നിങ്ങളെടുത്ത് മലയാളത്തിൽ പറഞ്ഞാൽ മതി. അറിഞ്ഞൂടെ? അറിയില്ല. അരമണ്ഡലം ഡാൻസിന്റെ പല ഐറ്റങ്ങളും എന്റെ നില എല്ലാവരും പഠിച്ചെടുത്തോണ്ട് പോയത്. അത് നിനക്ക് പഠിച്ചെടുത്തോണ്ട് പോയതാ. ഒന്ന് എന്റെ പുറകെ നടന്ന് ഷാജി കല്ലാസ് ഈ വേഷം ചെയ്യ്, ഈ വേഷം ചെയ്യ്, ഈ വേഷം ചെയ്യുന്നു. ഏത് വേഷം? ഉങ്കൾ നടിച്ച വേഷം தெரியுமா? அட நாசம். வேஷத்தை ஐயோ, அது நீ பண்ண வேண்டிய வேஷமா? நீ பண்ணியிருந்தா இன்னும் படம் சூப்பர் டியூப்பர் ஹிட் ஆயிருக்கும். അങ്ങ് അഭിനയിക്കുന്നത് എന്താണെന്നറിയോ? ഡാൻസിലിരുന്ന അതിനകത്ത് എനിക്കാണെങ്കിൽ തിരിയല്ല കാര്യം നടക്കത്തുള്ളു. നിങ്ങൾ ആ മഞ്ഞ കാറിൽ വന്നിട്ടേ
ലാലേട്ടന്റെ ഹായും പറഞ്ഞു അങ്ങ് പോയി. ഒലിഞ്ചു പോയത് കണു പോയി ഉയര. അല്ല ഐശ്വര്യ മാം ചെയ്ത് നന്നായി, എനിക്ക് പടം പോലും റിലീസ് ആവില്ല. അല്ല ഒന്ന് അമ്മേന്ന് വിളിച്ചേ. എന്ത് നീട്ടി വിളിച്ചേ. അമ്മേ അമ്മാന്ന് കൂപ്പിട്. അമ്മ അതും അടിച്ചു മാറ്റിക്കൊണ്ട് പോയാര് ശോഭന. ഞാൻ ചെയ്യേണ്ട വേഷം തുടരൂല്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ലാൽ സാർ ഓർത്താണ് പാവമായിട്ട് തോന്നുന്നു. നല്ലല്ലേ? ഞാൻ ലാൽ സാറോട് എങ്ങനെ അവർക്ക് നല്ല എസ്കേപ്പ്. ഞാൻ സാർ ഇങ്ങനെ ഇരുന്ന് അടിപൊളിയല്ലേ ഇരുന്നത്? സൂപ്പർ. நல்ல இப்ப இந்திய தொலைக்காட்சிகளில் முதல் முறையாக மாதிரி ஃபர்ஸ்ட் டைம் சூப்பர் பேர் ஃபார் லால் சார். மேட் ഫോർ ഈച്ച് അതർ. പക്ഷെ ഒരു കാര്യം, ഇത്തവണ ഞാൻ വന്നേക്കുന്നത് എന്താണെന്നറിയോ? ഇത് നല്ല കുട്ടികളെ നോക്കി ഞാൻ എൻ്റെ സ്കൂളിൽ കൊണ്ട് ഡാൻസ് അങ്ങോട്ട് പഠിപ്പിക്കും. ഇതിന് നല്ല കളയാനാണോ നമ്മളിപ്പോ പണിയൊക്കെ ഉണ്ട്. കലാമണ്ഡലം സിനിമ വേണ്ട വേണം. സിനിമ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചേച്ചിയുടെ ഉദ്ദേശം എന്താ? ഞാൻ മാന്നാർ മത്തായില് അഭിനയിച്ചു വന്ന് ഞാൻ നാടകത്തിൽ നിന്ന് സിനിമ നിന്നെ കാണാൻ വേണ്ടിയാണ് ഇരുന്നത്. ആ പയ്യന്മാരെ മൊത്തം നശിപ്പിച്ചത് നീയായിരുന്നു. ആ നാടക ഗ്രൂപ്പ് മൊത്തം പൊളിച്ചിട്ട് പോയി. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അത് പറഞ്ഞു. നേരെ സിനിമയിലോട്ട് കയറി അങ്ങ് പോയല്ലേ? ആ പോയി. അതിനിപ്പോ എന്താ പോകാൻ പാടില്ലേ? അത് കണക്ക് കുട്ടികളെയും കൊണ്ട് പോണ്ടേ? എന്തിന്? എനിക്കോ റോൾ അവിടെ ഞാൻ ഒപ്പിക്കാൻ പോണോ? ഈ കുട്ടികൾക്ക് റോൾ ഉണ്ടാക്കി കൊടുക്കാൻ പോണോ? ചേച്ചി കൊഞ്ഞനം കുത്താതെ നിങ്ങൾ ആരാന്നൊന്നും പറയോ ആദ്യം? ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഒന്നും അമൃതയുടെ ആരെങ്കിലും ആണോ ഇത്? അറിയില്ല. പേരെന്താ ചേച്ചി? അരമണ്ഡലം നക്ഷത്ര ശോഭ. നിങ്ങൾക്ക് അതിന് മുഴുമണ്ഡലം ഇരിക്കറിയോ? ആദ്യം അരമണ്ഡലം ഒന്ന് ഇരുന്ന് കാണിച്ചു തരുമോ? ഈ നക്ഷത്ര ഡാൻസിന്റെ മുദ്രകൾ അറിയാവോ? എനിക്കറിയാം. പതാക ഒന്ന് കാണിച്ചു. അത്രേ ഉള്ളൂ. നമ്മൾ ഇപ്പൊ ചൈഞ്ചില്ല. അതാണ് എന്റെ കറക്റ്റ് കാര്യം. നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ അത് കറക്റ്റ് കാണിച്ചു. അല്ല ചേച്ചി ഒന്ന് അരമണ്ഡലെങ്കിലും ഒന്ന് ഇരുന്ന് കാണിച്ചു തരും. അപ്പഴ ഞങ്ങൾക്ക് മതിയാ. അവിടെ കുറച്ച് ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടേ മേഡം. നിങ്ങൾ ഈ തൂണില് രവിവർമ്മയുടെ ചിത്രം പോലെ നിൽക്കാതെ കാര്യം പറ. പൊക്കോട്ടെ. പ്രിയങ്ക നല്ലതായിരുന്നു മന്നർമത്തയില്. അടങ്ങിയല്ലേ? ഇല്ല. നൃത്തം ഏതുവരെ അഭ്യസിച്ചു? ഞാന് അല്ല ഏതുവരെ പഠിച്ചു? അല്ല ഏത് പഠിച്ചു എന്ന് ചോദിച്ചു. കല എന്ന് പറയുന്നത് നിർത്താനുള്ള ഒരു സാധനമില്ല. അതെങ്ങനെ തുടരുന്നു? ശരി, ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന? ഭരതനാട്യമാണോ, കുച്ചിപ്പുടിയാണോ, മോഹിനിയാട്ടമാണോ? ഭരതനാട്യമാണ്. കാരണം അത് ആണുങ്ങൾ കളിക്കാൻ പാടില്ല, ഞാൻ മാത്രമേ കളിക്കാൻ. ഇനി അവിടെ ഇരുന്നോ. ഇനി നമുക്ക് അടുത്തയിൽ പോകാം. അല്ല എന്തിനാ ഇരിക്കുന്നത്? എനിക്ക് ഇവിടെ കാണാനുള്ള താല്പര്യം കൊണ്ട് മോൾ അവിടെ ഇരുന്ന് ഈ മാഡത്തിനെ കണ്ടുകൊണ്ടിരുന്നോളൂ. ശരി ആയിക്കോട്ടെ. വിഷമിപ്പിക്കല്ലേ. നമ്മുടെ മൂഡ് മാറ്റി നമുക്ക് ഫൺ മൂഡിലേക്ക് വീണ്ടും പറയാം. ഒന്നുകൂടി ഞാൻ ഒന്ന് ഓണാക്കട്ടെ. അപ്പൊ ഏത് മൂഡ്? ഇനി ഈ മൂഡ് പോവോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരോട് ചോദിക്കണം? നോക്കിക്കോ. എന്തായാലും ഒരു ഗസ്റ്റ് ഒക്കെ വന്നതല്ലേ, അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. ആയിക്കോട്ടെ. ഓണം കേരളത്തിലെ ദേശീയ ഉത്സവമാക്കിയ വർഷം ഏത്? യെസ് മിസ്സസ് അരമണ്ഡലം. ജനിച്ച വർഷം പോലും ഓർമ്മയില്ല. 1947 ആഗസ്റ്റ് 15. വിവരമുള്ള ആരെങ്കിലും ഉണ്ടോ? മണ്ഡലം കൊള്ളായിരുന്നു. അതെ, ഈ ചോദ്യത്തിന് ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ള ആള് ഉത്തരം പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്തിനും ഇങ്ങനെ ഞങ്ങളെ പരിഹസിക്കുന്നത് ഇവിടെ വിളിച്ചു വരുത്തിയിട്ട്? അതാണ് മൂടാണ്. അല്ല ഇത് ആരും നാണം കടണ്ട, അറിയുന്നവരാരെങ്കിലും പറഞ്ഞാൽ മതി. ശരി. ആ യൂട്യൂബിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം. 1963 ആഗസ്റ്റ് 12. ക്ലോസ് ആണ്. 1961. അയ്യോ, ഞാൻ ഇപ്പോഴാണ് അരമണ്ഡലം ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. Don't judge a book by its cover. അത് തന്നെ കേട്ടോ. മുഖത്ത് നോക്കി പറഞ്ഞു കേട്ടോ. Don't judge a book by its cover. നിങ്ങള് എന്റെ വീട്ടുകാർ അങ്ങനെയല്ല കേട്ടോ. അല്ല ചേച്ചി നല്ലത് പറഞ്ഞതാ. മണ്ഡലം ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു. അത് നല്ല കാര്യം. 1961 ശരി ഉത്തരാണ്. അല്ല ഞാന് നല്ലത് കണ്ട നല്ലതെന്ന് പറയുന്ന ആളാണ്. ചേച്ചി സൂപ്പർ.
ചേച്ചിക്കെങ്കിലും അത് ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഓണം നമ്മുടെ ദേശീയ ഉത്സവം നല്ലൊരു കൈയടി ഫോർ നമ്മുടെ അരമണ്ഡലം ചേച്ചി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഐശ്വര്യ മാമിനോട് ചോദിച്ചോട്ടെ. തമിഴ് ചോദിക്കും. അല്ല, മലയാളം നന്നായിട്ട് അറിയാലോ. ചോദിക്കട്ടെ, നമ്മുടെ മഹാബലിയുടെ യഥാർത്ഥ പേര്? എന്നെ തല്ലരുത്, അയാൾ ഡിസ്കഷൻ ഒന്നും പാടില്ല. മഹാബലി തന്നെ എനിക്ക് അല്ലല്ല, മഹാബലി ഇപ്പൊ നമ്മളിപ്പോ എന്നെ മാളു എന്ന് വിളിക്കുന്ന പോലെ നമ്മൾ വിളിക്കുന്നതാണ്. പക്ഷെ ശരിക്കുള്ള പേര് മാളവിക അല്ലേ? അല്ല, ശരിക്കുള്ള പേര് മാളവിക. അതുപോലെ മഹാബലിക്ക് വേറൊരു പേരുണ്ട്, മനു. മനു, അതാരാ പറഞ്ഞേ? സൂപ്പർ. അല്ല, എനിക്കറിയില്ല. പ്രോമിസ്. ആർക്കെങ്കിലും അറിയോ? എനിബഡി എൽസ്? അതാ പാറുകുട്ടിക്ക് എന്തോ പറയാനുണ്ട്. ശരി, മഹാബലി. മാവേലി. അതിലിപ്പോ കൊച്ചു പറഞ്ഞു. അമൃതയ്ക്ക് അറിയോ? എനിക്കറിയാം. അപ്പൊ അറിയാം, വേറെ ആർക്കും അറിയില്ല. അല്ല, പറയൂ. എന്നാ ക്ലൂ തരട്ടെ, ഞാൻ ഓപ്ഷൻസ് തരാം. ഓപ്ഷൻസ് ഓക്കെ ഓക്കെ. ബാണാസുരൻ. അയ്യോ, ആ ഓപ്ഷനൊക്കെ കൊടുത്തോ? പറ. അതോ? ആ ശരി, ഞാൻ പറയാം. ഇപ്പൊ അമൃതയുടെ ഓപ്ഷനാണ് ബാണാസുരൻ. എന്റെ ഓപ്ഷൻ വാസുദേവൻ, ഇന്ദ്രപതി, ഇന്ദ്രസേനൻ, ഇന്ദ്രാധിപൻ. ബാണാസുരൻ, ബാണാസുരൻ സെറ്റ് അല്ലേ? അസുര കിങ്, അതുകൊണ്ടാണ്. ഓക്കെ, തെറ്റുത്തരം. ഇന്ദ്രാപതി. ഇന്ദ്രാപതി തെറ്റ് തെറ്റ്. വാസുദേവൻ, ഇന്ദ്രസേനൻ. എന്താ പറഞ്ഞേ? ഇന്ദ്രപ്രസ്ഥ. അത് പ്രസ്ഥ ഒരു സ്ഥലമാണ്. അപ്പൊ കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഹരിച്ചേട്ടൻ. ഇന്ദ്രസേനൻ. ഇന്ദ്രസേനൻ ഇതൊക്കെ അറിഞ്ഞു. പാറുകുട്ടി, മിമു ഇതൊക്കെ പഠിച്ചു വെച്ചോട്ടോ. നമ്മുടെ മഹാബലിയുടെ പേരെന്താണ്? ഇന്ദ്രസേനൻ. അത് തന്നെ. ഓക്കെ, ഇപ്പൊ ഇത് നിങ്ങൾക്ക് കുറച്ച് ഒരു അറിവും കൂടി അല്ലേ? ഇത് ഭയങ്കര അറിവാണല്ലോ. PSC ടെസ്റ്റ് വരുമ്പോ തീർച്ചയായിട്ടും വരും. പഠിച്ചു വെച്ചോളൂ. അല്ല, പറയാൻ പറ്റില്ല. ചോദിച്ചാലോ? പറ്റില്ല, പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഓണപരിപാടിക്ക് അടുത്ത ചോദ്യം കൂടെ എന്തായാലും ടെസ്റ്റ്. നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? എന്താ അഭിപ്രായം? ഒരുപാട് ഗായകർ നമുക്കിടയിൽ ഉണ്ടോണ്ട് നമുക്കിനി ഒരു പാട്ടായാലോ? ഞാനില്ല, പാട്ട് പാടാൻ ശ്രമിക്കാം. ബാക്കി ഞങ്ങൾ ശ്രമിക്കാം. ഇവിടെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വോയിസ് ഞാൻ കേട്ടത് അമൃതയുടെ ആണ്. ഓക്കെ, അപ്പൊ അമൃത ചേച്ചി കൊണ്ട് പാടി. ഒരു താല്പര്യമുണ്ട് ഈ കുട്ടിയെ വെച്ച് ഒരു പ്ലേ ബാക്ക് സിംഗിങ് ഇവിടെ ചെയ്യണമെന്ന്. അപ്പൊ ഇത്രയും മോസ്റ്റ് ബ്യൂട്ടിഫുൾ വോയിസസ് ചേച്ചി ഒന്ന് സംസാരിക്കും, ഒന്നുകൂടി കേക്കട്ടെ. അത് പറഞ്ഞോണ്ട് എനിക്കിത് കേൾക്കാൻ മമ്മി അഴകാ പാടുവാ. ആണോ? വൺ ഓഫ് ദി ബെസ്റ്റ് ഡാൻസേഴ്സ് ഓൾസോ. അപ്പൊ നമുക്കത് സെറ്റാക്കാം. ഈ സ്പേസ് പറ്റില്ല, നമുക്ക് അതിനുള്ളൊരു സ്പേസ് സെറ്റാക്കാം. പാട്ട് കേട്ടാലോ? കേക്കാം, പാട്ട് കേക്കാം. പ്രഭാ മേഡം മോളെ കുറിച്ച് ഇത്രയും പൊക്കി പറഞ്ഞ സ്ഥിതിക്ക് സപ്പോർട്ട് ചെയ്യാൻ മാത്രം ഞാൻ കൂടെ കൂടുന്നതാണ്. എനിക്ക് പാടാറിയില്ല. ഒരു പാട്ട് സപ്പോർട്ട് ചെയ്യുന്ന അത്രേ ഉള്ളൂ. മരുമകന്റെ ഒരു സഹകരണം. ഓക്കെ, ഞങ്ങൾ കേൾക്കാൻ റെഡി. കരിവണ്ടിണ കണ്ണുകളിൽ പൊടിയമ്പുകളെയ്യണതോ തേൻ കുടിക്കണതോ കണ്ടു. ഒയ്യാരം പയ്യാരം തുടികൊട്ടണ ചിങ്കാരം ഹൊയ് ഹൊയ് മനസ്സിന് കുളിരണം. പെണ്ണിന്റെ ചെഞ്ചുമ്പിൽ പുഞ്ചിരി പൂത്തു ഹയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരൽ പോലെ.
കുളിരൂതുന്നൊരമ്പിളിയോ കുളിരാക്കണ കമ്പിളിയോ മങ്കയാളിവളാരോ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ നിങ്ങളൊക്കെ എന്താ പറയാ മൾട്ടി ടാലന്റഡ് ആൾക്കാരെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ സോങ്, അടിപൊളി. ഓക്കെ, എനിക്കൊരു കൺഫെഷൻ ഉണ്ട്. എനിക്കൊരു കൺഫെഷൻ ഉണ്ട്. ഉദ്ദേശം പറയൂ. അതായത് ഞാൻ കൈൻഡ് ഓഫ് കുമ്പസാരം എന്നല്ല, എനിക്കൊരു സത്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളെയൊക്കെ കബളിപ്പിക്കുകയായിരുന്നു. അയ്യോ എന്താ? ഈവൻ യു അത് ഞാനല്ല കബളിപ്പിക്കുന്നത്. കുട്ടി വേഗം പറയൂ, ഞങ്ങളെ എല്ലാം ഹാർട്ട് ബീറ്റ്സ് കൂടിക്കൊണ്ടിരിക്കും. അല്ല, ഞാൻ ചെറുതായിട്ടൊരു കള്ളം പറഞ്ഞു. അതായത് നമ്മുടെ അരമണ്ഡലം ചേച്ചി ഇല്ലേ, ഞാൻ വിളിച്ചിട്ട് വന്നതാ. അച്ചടാ, പിന്നെ അല്ല, ഞാൻ വിചാരിച്ചു ഒരു ഫൺ ആയിക്കോട്ടെ, ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ഇത് നമ്മുടെ സ്വന്തം ഫ്ലവേഴ്സ് കുടുംബത്തിലെ പുതിയ സിറ്റ്കോമായ യെസ് യുവർ ഓണറിലെ ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്ന ആളാണ് ശംഭു. ശംഭു ചേട്ടാ, ഇനി അരമണ്ഡലം അല്ലാതെ ശംഭു ചേട്ടനായിട്ട് വർത്താനം പറയൂ. ഒരുപാട് സന്തോഷം ചേച്ചി. സോറി, എന്തെങ്കിലും കയ്യിൽ പറഞ്ഞെങ്കിൽ സോറി. ചേച്ചിയോടും ഒരുപാട് സന്തോഷം. കാരണം ഈ വർഷം ഓണം എനിക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം ഫ്ലവേഴ്സിന് തന്നെ ഐറ്റം വേറെ കോമഡി ഷോ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നല്ല ഇതിൽ പോകുന്നു. അപ്പോഴാണ് എനിക്ക് യെസ് യുവർ ഓണറിൽ കിട്ടുന്നത്. അങ്ങനെ കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ഈ ഓണപരിപാടിക്ക് നിങ്ങളുടെ കൂടെ പങ്കുചേരാൻ എനിക്ക് പറ്റി. അതിലൊരുപാട് സന്തോഷമുണ്ട്. മൊത്തത്തിൽ ആകെപ്പാടെ സന്തോഷമാണ്. ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച് കളഞ്ഞപ്പോ അല്ല, ആക്ച്വലി ഭയങ്കര ഞാൻ കയ്യിൽ നിന്ന് പോയെന്നും പറഞ്ഞിരിക്കുന്നു. യെസ് യുവർ ഓണർ. മിമു എന്താ ഈ ഷൂട്ടിൽ എങ്ങനെ മാമന്മാരൊക്കെ എങ്ങനെ മ്യാമന്മാരൊക്കെ? നമ്മളിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു കുപ്പിയാണ് നമുക്ക്, അപ്പൊ ആ കുപ്പിയിലിട്ട് നമ്മൾ അടച്ചു വെക്കും. അപ്പൊ ഇവരെന്തായാലും ചെളിയൊക്കെ അടിക്കുമല്ലോ, അപ്പൊ നമ്മൾ ആ കുപ്പിയിലിട്ട് അടച്ചു വെക്കും. ഇപ്പൊ അത് 2 കുപ്പിയായിട്ടുണ്ട്. ഇവരുടെ ചെളി കാരണം ഞങ്ങൾക്ക് അവിടെ സെറ്റിൽ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഓഫ്, നിങ്ങൾ ചളി വാരി വിതറുന്ന കുട്ടി പറഞ്ഞു. കുട്ടികൾ രണ്ടുപേരും അങ്ങനെ തന്നെ രണ്ടുപേരാണ്. പിന്നെ ഒന്നും ഇണ്ടാത്തോണ്ട് കുഴപ്പമില്ല. അതെ, ന്യൂ ജനറേഷൻ കുട്ടികളാ. നിങ്ങൾ ഈ ചെളിയൊക്കെ ഈ മാതിരി കുപ്പിയിലാക്കണോ? അതെ, ആ കൊച്ചുങ്ങളെ എന്തിനിങ്ങനെ? അയ്യോ, അതിന് പൊക്കമില്ലെന്നുള്ളൂ, നല്ല പ്രായമുണ്ട്. അത് മനസ്സിലായി. ഏട്ടാ, നിങ്ങളുടെ സിറ്റ്കോമിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യോ? ഇതെല്ലാം ഞാൻ പറഞ്ഞ പ്രേക്ഷകർ നേരിട്ട് കണ്ട് അഭിപ്രായം പറയേണ്ട കാര്യമാണ്. അല്ല നമ്മളിവിടെ നിന്ന് പെർഫോം ചെയ്ത കാര്യം പറഞ്ഞിട്ട് യാതൊരു കാര്യം ഒന്നുമില്ല എന്ന് തോന്നുന്നില്ല. പക്ഷെ ഒരു ഹ്യൂമർ ബേസ്ഡ് ആണ്. ഓരോ ദിവസം ഓരോ കഥ ബേസ് ചെയ്താണ് സാധനം പോകുന്നത്. കോടതി മുറിയാണോ? കോടതി മുറി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യക്കാണ്. ഓ ശരി. എൻ്റെ ഭാര്യ അഡ്വക്കേറ്റാണ്. ഞാൻ ഇതിൽ ഒരു പ്രവാസിയായിട്ട് തിരിച്ചു വന്നു. ഇവിടെ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, സേതൂസ് വെഡ്ഡിങ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നു. അതിൽ എൻ്റെ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനാണ് ശംഭു. അപ്പൊ രാമാനുജൻ എന്നാണ് പുള്ളിയുടെ ക്യാരക്ടർ. എന്റെ കഥാപാത്രത്തിന് പേര് സേതു. ഇവരുടെ സംസാരത്തിൽ നിന്ന് എന്തൊക്കെയോ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇവര് സസ്പെൻസ് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. എനിവേസ്, യെസ് യുവർ ഓണറിന് ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും യെസ് യുവർ ഓണർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അല്ലേ? നമുക്കേ പുറത്തെങ്ങാടും പോയാലോ, വല്ല ഗെയിമൊക്കെ കളിച്ചാലോ? ഇത് ചോദ്യം പറച്ചില് മാത്രമേ ഉള്ളൂ. ശരിയാ, ഓക്കെ. അപ്പൊ നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്താലോ? അല്ലേ?
ഇവിടെ കുറച്ച് മിണ്ടാപ്രാണികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ല അല്ല, അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ബുദ്ധിപരമായുള്ള ആൻസർ മതിയായി, ഞങ്ങൾ കായികപരമായിട്ടുള്ളത് വേണം എന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെ പറയാം. അപ്പൊ എല്ലാവർക്കും സീറ്റ് കിട്ടിയല്ലോ, എല്ലാവരും ഹാപ്പി അല്ലേ? പരാതി ഒന്നുമില്ലല്ലോ, കംപ്ലൈന്റ് ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് വർത്തമാനങ്ങളായാലോ. ഒരാൾക്ക് ഇവിടെ വീൽ ചെയറിന് പ്രൊമോഷൻ കിട്ടിയിട്ടുള്ള കസേരയിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തായാലും എങ്ങനെയൊക്കെ ഉണ്ട് സീരിയലും കാര്യങ്ങളൊക്കെ, ചേട്ടന്മാരുടെ വിശേഷങ്ങൾ? അതെ, ഇപ്പൊ ഈ ഓണം പരിപാടി കിട്ടിയ കാരണം എനിക്കൊന്ന് വീൽ ചെയറിന് ഒരു മോചനം കിട്ടി. ഒന്ന് എഴുന്നേറ്റ് നടക്കാനും വന്നിരിക്കാനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടി. ചില സമയം ചേട്ടൻ എന്നോടിപ്പം ഫോൺ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറന്നുപോയാൽ പറയും, ഞാൻ എനിക്കതൊന്ന് എടുത്തു തരുമോന്ന് ചോദിക്കേ. അപ്പം ഞാൻ പാവം കാല് വയ്യല്ലോ, എടുത്തു കൊടുക്കാം. ഞാൻ എടുത്തു വന്നിട്ട് ഞാൻ ആലോചിക്കും, ഇതിന് കാലിനൊരു പ്രശ്നമില്ല, സ്ഥിരവാ. അത് എന്റെ പെർഫോമൻസ് അത്ര നന്നായോണ്ടല്ലേ അതങ്ങനെ മനസ്സിലാക്കാത്തത്. അല്ലാതെ ഇരുന്നെടുത്ത് എഴുന്നേക്കൂല എന്നുള്ളതാണ്. മടിയല്ല, അത് കഴിവാണ് അല്ലേ? നാച്ചുറൽ പെർഫോമിംഗ് ആണ്. എനിക്ക് വയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തിരുന്നു. അതെ അതെ അതെ, ഗുഡ് ഗുഡ് ഗുഡ്. പിന്നെ നിങ്ങൾ എപ്പോഴും ഒരുമിച്ചാണല്ലോ കാണാറ്? ഞങ്ങളുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൊല്ലാൻ നടക്കുന്ന രണ്ടുപേരാണ് ഇവര്. അപ്പൊ കൂടെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ, നീക്കങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അതിനു വേണ്ടി കൂടെ കൊണ്ടു നടക്കുന്നതാണ്. വില്ലന്മാരാണല്ലോ സൈലന്റ്. ഞങ്ങൾ എങ്ങനെ ഇയാളെ കൊല്ലാം എന്ന് നോക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ കൂടെ തന്നെ നടന്ന് പണി കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പൊ രണ്ടുപേരും നിങ്ങൾ കൂടെ നടന്ന് നിങ്ങളുടെ നീക്കങ്ങൾ. ഓക്കെ, ഓവർ ടു നമ്മുടെ നായികമാർ. ഷൂട്ട് എന്താ പറയാ, ഞങ്ങള് ഉള്ള സമയം ഞങ്ങൾ എല്ലാവരും ജോളിയായിട്ട് തന്നെ ഉള്ളേ. പക്ഷെ എല്ലാവർക്കും എല്ലാ സമയത്തും ഷൂട്ടുണ്ട്. പകുതി വില്ലന്മാർ എന്താ പറയുക, നോർമൽ ആയിട്ടുള്ളവരെക്കാളും കൂടുതൽ അബ്നോർമൽ ആയിട്ടുള്ളവരാ. അത് നമുക്ക് മനസ്സിലായി അല്ലേ? അത് നമുക്ക് ഇവിടുന്ന് അവരുടെ കയ്യിലിരിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി നോർമലാണ്. ബാക്കി പറയും, വില്ലന്മാരാണ് കൂടുതൽ. അപ്പൊ വില്ലന്മാർക്ക് എല്ലാവർക്കും ഒരേ സമയത്തായിരിക്കും ഷൂട്ട് ഉണ്ടാവുക. ഞാനും കണ്ണേട്ടനും ആയിരിക്കും കൂടുതൽ ടൈം ഉണ്ടാവുക. അതിൻ്റെതായിട്ടുള്ള പിന്നെ ഇതേപോലുള്ള പ്രോഗ്രാമിനൊക്കെ നമ്മൾ വരുന്ന സമയത്തും പിന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെയാണ് ആനന്ദകരമാക്കാൻ ഞങ്ങൾ ഒന്ന് കൂടാറുണ്ട്. ഞാനിതില് നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത്. എന്റെ പേര് നെഗറ്റീവ് റോളാണോ? അപ്പൊ എങ്ങനെ എവിടുന്ന് വരുന്നു ആ നെഗറ്റിവിറ്റി? എന്റെ നെയിം എന്ന് വെച്ചാൽ കരുണ എന്നാണ്. ഒട്ടും കരുണയില്ല. ഇവര് രണ്ടുപേരെ കൊല്ലാൻ മെയിൻ കാരണം ഞാനാ. നിങ്ങൾ പരസ്പരം കൊല്ലാൻ വേണ്ടി അതെ, മെയിൻ കാരണം ഞാനാ. ഇതെന്റെ ചേച്ചിയാ, പക്ഷെ എനിക്ക് കൊല്ലണം. കാരണം എന്റെ ഭർത്താവിന്റെ ചേട്ടനാണ് സ്വത്തുക്കളല്ല. അടുത്ത ആളിലേക്ക് പോവാം. അവിടെ ഞാൻ ഇപ്പൊ നെഗറ്റീവ് പോസിറ്റീവിലോട്ട് മാറിയിട്ടുണ്ട്. ഒരു സ്വഭാവ മാറ്റമൊക്കെ വന്നു തുടങ്ങി. നന്നാവാൻ തീരുമാനിച്ചു. ഇവരുടെ പണി കിട്ടിയിട്ടാണോ? പണി കിട്ടിയ മേഘന്റെ കയ്യിലിരിപ്പ് കാരണം ഞാൻ കുറച്ച് നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ നന്നാവാൻ തുടങ്ങി അല്ലേ? അല്ല, സീരിയൽ എന്റെ കയ്യിലിരിപ്പ് കാരണം എന്റെ കൂട്ടുകാരനോട് ഒളിച്ചോടി. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. പുള്ളിക്ക് വേറെ ഭാര്യയും കുഞ്ഞുണ്ട്. ഇയാള് കൊള്ളാലോ. ഫുൾ ഡാർക്ക് ആണ്. അപ്പൊ ഞാൻ ഭയങ്കര പാവം, ഒന്നും ചെയ്തില്ല, ആരെ സ്വത്ത് വേണ്ട, പൈസ വേണ്ട, ഇവർക്ക് നന്നാവണം മാത്രം ചിന്തിച്ചെടുക്കുന്ന കൊന്നാ മതി. ചെറുതായിട്ട് ആരെയും സ്വത്തും പൈസ താല്പര്യമില്ല. അത്രേ ഉള്ളൂ. സുഗമോദേവി, എങ്ങനെ ഐശ്വര്യ മാമിന്റെ കൂടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയൂ. യെസ്, ഐശ്വര്യ ചേച്ചിന്റെ സ്വഭാവം വെച്ച് പറയുകയാണെങ്കിൽ, അയ്യോ ഇതുപോലൊരു പാവം, ഇപ്പോഴും ചെറിയ കുട്ടീനെ മാതിരിയാണ് സെറ്റില് എല്ലാരും അല്ലേ, അത്രയും പാവമാണ്, ഒരു കുട്ടീനെ പോലെയാണ്. പിന്നെ ചന്ദ്രമതി അങ്ങ് ഡൽഹിയിലാണ്. അമൃത ചേച്ചിക്ക് എന്തെങ്കിലും പറയാണ്ടോ? എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഐശ്വര്യ മാമിന്റെ കൂടെ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് പാരിജാതം എന്ന് പറഞ്ഞ സീരിയലിലാണ് ഞാൻ ഫസ്റ്റ് മാമിന്റെ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുപോയിട്ടേ ഉള്ളൂ. പക്ഷെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം. പിന്നെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുട്ടിക്കളിയാണ്. റീൽസിന് വിളിച്ച് ഇപ്പൊ ഓടി വരും. നമ്മളെക്കാളും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഭയങ്കര രസമാണ് സെറ്റ് ഫുള്ള്. ഐശ്വര്യ മാം എന്താണ് ഇങ്ങനെ സിസ്റ്റേഴ്സിനൊക്കെ കിട്ടിയില്ലേ സെറ്റിൽ വന്നിട്ട്? ഒരുപാട് സിസ്റ്റേഴ്സ് അല്ല, ഡോട്ടേഴ്സിന് പറയണം. എനിക്ക് എന്താണെന്നറിയാം, ലൈക്ക് നമ്മൾ സിനിമേനേക്കാൾ സീരിയലാണ് ഒരു ലോങ് ജേർണി നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. സിനിമ മാക്സിമം ഒരു 8 to 10 days, 20 days അതിൽ തീരും. പക്ഷെ ഒരു ബോണ്ടിങ് അവിടെ ചാൻസ് അത്ര ഒന്നും കിട്ടില്ല നമ്മൾ. പക്ഷെ ഇവിടെ ഒരു സീരിയലിന് പോകുമ്പോൾ, ഒരു ലോങ് ജേർണി പോകുമ്പോൾ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു 3 കൊല്ലമായി ഞങ്ങൾ. സോ ഒരു ഫാമിലി പോലെ തന്നെ ഇതാവും ആർക്കെങ്കിലും. ആൻഡ് എനിക്ക് ഒരു ലക്ക്, എനിക്ക് സപ്പോസ് സുഖം അല്ലെങ്കിൽ ലൊക്കേഷനിൽ പിന്നെ സുസു ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടും, അമൃത ആരായാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സുഖമില്ലെങ്കിൽ ഗുളിക എടുത്ത് തരും. ലൈക്ക് ഒരു ഫാമിലി പോലെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു സീരിയൽ ഉണ്ടാവുമ്പോൾ ഒരു ഫാമിലി, ഒരു പുതിയ ഫാമിലിയും കൂടി ഉണ്ടാവുകയാണ്. പുതിയ ഫ്രണ്ട്സ്, പുതിയ ഫാമിലി. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഐശ്വര്യ ചേച്ചിനായിട്ട്
ഞാൻ ചേച്ചിന്ന് വിളിക്കും, പക്ഷെ എൻ്റെ അമ്മയുടെ പോലെ തന്നെയാട്ടാ കൂടുതലും. എനിക്കൊന്ന് വയ്യാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി അപ്പോൾ എന്തെങ്കിലും മെഡിസിൻ എടുത്തരും, മോള് അവിടെ കിടക്കുക, അങ്ങനെ ഇങ്ങനെ ഭേദമായോ. ഇതുപോലെ വയ്യാണ്ടായി കഴിഞ്ഞാൽ റൂമിൽ വന്നിട്ട് ചോദിക്കും വയ്യായോ മാറിയോ, ഈ ടാബ്ലറ്റ് കഴിക്കുക, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കെയറിങ് ആണ്. അതെ, ഈ നിങ്ങൾ കണ്ടുപിടിക്കും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നടക്കുക, അവിടെ ഉണ്ടോ മരുന്ന് എടുത്തു കൊടുക്കുക, പരിപാലിക്കുന്നു, അല്ലെ കണ്ടുപിടിക്കണം അല്ലേ. ശരിക്കും ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്. അവർക്ക് കൊണ്ടോ, അവർക്കത് കൊണ്ടോ എടുത്തു തരുന്ന മരുന്ന് പോലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ഹരിച്ചേട്ടാ. അതെ അതെ, നമ്മൾ കൊലപാതകവും വില്ലത്തരൊന്നും ഇല്ലാതെ ഒരു പാവം സ്കൂൾ അധ്യാപകനാണ്. പിന്നെ ഐശ്വര്യ മാമിനെ ഞാൻ സ്ക്രീനിലാണെങ്കിലും അല്ലെങ്കിലും മാം തന്നെ വിളിക്കുന്നത്. കാരണം സുഖമോ ദേവി എന്നാണ് സീരിയലിൻ്റെ പേരെങ്കിലും ഇതിന് നെടുന്തൂൺ എന്ന് പറയുന്നത് ശരിക്കും ഐശ്വര്യ മാം ആണ്. ആ ഒരു പവർ ഫീൽ ചെയ്യുന്നത് മാം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ റെസ്പെക്റ്റ് എപ്പോഴും സ്ക്രീനിലും അല്ലാതെയും കൊടുക്കാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഫാമിലി തന്നെയാണ്. ഈ ചേച്ചിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യം, നമ്മൾ യങ് ജനറേഷൻ, ഈ കുഞ്ഞു കുട്ടി വരെ നമ്മൾ ഇൻഡസ്ട്രിയിൽ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് ചേച്ചിയുടെ കയ്യിൽ നിന്ന്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, അതായത് സെറ്റിൽ വരുമ്പോൾ ഏത് സമയമാണോ ചേച്ചി പറഞ്ഞിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു ചേച്ചി ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ചേച്ചി ലൊക്കേഷനിലെത്തും. അറ്റ് എനി ടൈം ഒരു സീരിയൽ പ്രൊഡക്ഷനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എത്ര സമയം വരെ വേണമെങ്കിലും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, ഒരു മടിയും കൂടാതെ ഒരു വിഷമവും കൂടാതെ ഒന്നും വെറുപ്പിക്കാതെ ആരെയും വെറുപ്പിക്കാതെ ഇരിക്കുന്നത് കണ്ട് പഠിക്കേണ്ട ഒരാളാണ് ഐശ്വര്യ ചേച്ചി. അപ്പോൾ അതൊക്കെ എനിക്ക് ചേച്ചിയെ സംബന്ധിച്ച് അത്രയും വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് നമുക്ക് അതൊക്കെ ഒരു വലിയ ക്ലാസ്സാണ്. എനിവേ സോ ഹാപ്പി. ഐശ്വര്യ മാമിനെ പറ്റി ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയാലും നമുക്ക് ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് ഐശ്വര്യൻ്റെ, ഞാനും ആദ്യമായിട്ടാണ് ഈ സീരിയലിൽ, ആദ്യം സീരിയൽ ചെയ്യുന്നില്ല, സുഗമോദേവിൽ അഭിനയിക്കാൻ വന്ന ആ നിമിഷം മുതൽ അവിടെ തന്നെ എപ്പോഴും വീടായിട്ടുള്ള ഒരു പോക്കും വരവാണ്. പക്ഷേ ഞങ്ങൾ സംസാരിക്കുക, എന്ത് ഡയലോഗ് പറഞ്ഞാൽ ഞങ്ങളൊരു കോമ്പിനേഷനിൽ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എനർജിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ശരിയല്ലേ? നമ്മളത് ഒരുപാട്, ഫൈസൽ അടിമാലി എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഇതിൻ്റെ പിന്നിൽ നമുക്ക് അത്രയും പ്രചോദനം തന്നതും അങ്ങനെ തന്നെ. പക്ഷെ ഞങ്ങളുടെ ഈ കോംബോ ഇഷ്ടപ്പെട്ടെന്ന് ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ നോർമലി ഇപ്പൊ ജെന്റ്സും ലേഡീസും കെമിസ്ട്രി എന്ന് പറയും, പക്ഷേ 2 ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ അകത്തും നല്ല കെമിസ്ട്രി ആയിരിക്കും. നമ്മൾ എവിടെ പോയാലും എല്ലാ സ്ത്രീകളും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. കുറച്ച് പേർക്ക് ഷൂട്ടിന്റെയും തിരക്കുകളൊക്കെ കാരണം ഒന്ന് പോകേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നിങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ ഇവർ ഓരോ ദിവസവും രാപ്പകലില്ലാതെ ഷൂട്ട് ചെയ്തിട്ടാണ് ഓരോ എപ്പിസോഡും എയർ ചെയ്യുന്നത്. സോ അതിന്റെ ചെറിയ ചെറിയ തിരക്കുകൾ കാരണം കുറച്ച് പേർക്ക് നമ്മുടെ ഈ ആഘോഷത്തിൽ നിന്ന് ഒന്ന് പോണം. സോ നമുക്ക് ബാക്കിയുള്ളവർ വെച്ചിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, ഫ്ലവേഴ്സ് ചാനൽ വ്യൂവേഴ്സ് എല്ലാവർക്കും, ഇൻഫാക്ട് എല്ലാ മലയാളികൾ എല്ലാവർക്കും ഓണം ആശംസകൾ. പിന്നെ ഹാപ്പി ഓണം, ഹാപ്പി ആയിട്ടിരിക്കണം. സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ജോയ്ഫുൾ, ലവ് ആൻഡ് ലൈറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് മാം ഫോർ ജോയിനിങ് അസ്. അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും പരിപാടിക്ക് നമുക്ക് കാണാം. അപ്പോൾ റീൽ എടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ ഐഷു. ബൈ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഭയങ്കര എനർജി ഓണം തകർപ്പൻ മൂഡിലിരിക്കാനല്ലേ അമൃത? അപ്പൊ നമുക്ക് ചെറിയൊരു ചേഞ്ചിന് വേറൊരു മൂഡ് ക്രിയേറ്റ് ചെയ്താലോ? യെസ്, ചെയ്യാം. ഏത് മൂഡ് വേണം? ഒരു റൊമാൻറ്റിക് ആയിട്ട് നമുക്ക് കുറച്ച് ചെയ്യാലോ? റൊമാൻറ്റിക് മൂഡ്. നമുക്ക് ഇവിടെ റൊമാൻസിനെ പറ്റി കുറച്ച് ആൾക്കാരുണ്ടല്ലോ, കണ്ണടത്തിരിക്കുന്നു ഒരു റൊമാൻറ്റിക് താരം അരുൺ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അരുൺ ചേട്ടനെയും സാൻഡ്രേനെയും ഒരു പെയറായിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹരിച്ചേട്ടനെയും അബദ്ധ ചേച്ചി. ഓക്കെ, സെറ്റ്. അപ്പൊ 2 പേരായി. സോ പാട്ടിന്റെ ഫസ്റ്റ് ഭാഗം നിങ്ങൾക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം സെക്കൻഡ് ഭാഗത്തിലേക്ക്. ഓക്കെ, കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം, നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുല തെന്നൽ, കള്ളക്കണ്ണൻ മനസ്സിൽ കുടിയിരുന്നില്ലേ, എൻ കാക്കക്കറുമ്പൻ കുറുമ്പിൻ പൂങ്കുഴലൂതിയില്ലേ, എത്ര രാവുകൾ പകലുകൾ കരുതി നിന്നെ ഞാൻ പറയാതെ എന്തിനു
രാവുകൾ നെഞ്ചിലൊതുക്കി ഞാൻ ഒന്ന് തമ്മിൽ തമ്മിൽ അറിയാതെ പിന്നെ കാണാതെ ഒരു നാളും മതി വരാതെയായി ഹോ. കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം നെഞ്ചിലഞ്ചി പറന്നാൽ പഴകുല ഇലകളറിയുമോ ഇളം പൂക്കൾ കാണുമോ പിന്നലിനുള്ളിലിടും തീരാമോഹം നുരകളറിയുമോ കുളിരലകൾ കാണുമോ കരളിലുള്ളിലെഴും തീരാദാഹം പൂക്കളും പുഴകളും അറിയില്ലല്ലോ ഈ മിഴിയിലലിയും അനുരാഗ മധുരാലസം നമ്മൾ താനേ താനേ ഒന്നാകും കളിനിലാവിലോ ഈ പ്രണയത്തിൻ മധു തേടി കൊതി തീരുമോ കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം നെഞ്ചിലഞ്ചി പറന്നാൽ പഴംകുല തെന്നൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ജീവിക്കായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ ആയിരുന്നു. അപ്പൊ നമ്മൾ മഹാലക്ഷ്മി ടീമിന്റെയും എല്ലാം വിശേഷങ്ങൾ നമ്മൾ കേട്ടു. അതുപോലെ യെസ് യുവർ ഓണറിന്റെയും നമ്മൾ ഓൾറെഡി വിശേഷം കേട്ടു. ഈ ഉപ്പുമുളകുകാരുടെ കുറച്ച് വിശേഷം കേൾക്കണ്ടേ? 2000 എപ്പിസോഡൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു ഭയങ്കര വലിയ കാര്യമാണ്. 10 years. അതാ ചില്ലറ കാര്യമൊന്നുമല്ല. ചില്ലറല്ല, ഭയങ്കര സംഭവമാണ്. ഓഫ്കോഴ്സ്. അപ്പൊ പറയൂ. എല്ലാവർക്കും എന്നെ തമിഴ് ലേഡി ആയിട്ടാണ് അറിയാം. മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടായിരിക്കും ചെയ്യുക. ഞാൻ എവിടെ പോയാലും ഫസ്റ്റ് തിങ് ചോദിക്കുക உங்களுக்கு മലയാളം തെരിയുമാ അങ്ങനെയാ ചോദിക്കുക. അപ്പൊ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. ആ ഒരു ഫേസ് എക്സ്പ്രഷൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ക്യാരക്ടറിന്റെ വിജയം തന്നെയാണ് അല്ലേ? എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് പുറത്തു പോകുമ്പോൾ എല്ലാവരും എന്നെ കനകം എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. എൻ്റെ ഒറിജിനൽ നെയിം റോഹിണി ആണെന്ന് പോലും ആർക്കും അറിയില്ല. ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് അവരുടെ ക്യാരക്ടർ നെയിം വെച്ച് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പാർക്കുട്ടി എന്താ ജനിച്ചപ്പോ തൊട്ട് ഇതിലാണല്ലേ? അല്ല 4 മാസം തൊട്ടായിരുന്നു. അല്ല 4 മാസം തൊട്ടായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ എന്താ പറയാ? ഇത് ജെൻ ആൽഫയാന്ന് തോന്നുന്നു. ജെൻ ആൽഫ. എനിക്കുണ്ടൊരു ആൽഫ അവിടെ ഇരിക്കുന്നുണ്ട്. അത് ബീറ്റ. ബീറ്റ ആയിട്ടില്ല, ആൽഫയാ. ഓക്കെ, ജെൻ ആൽഫ, കമോൺ. അപ്പൊ എങ്ങനെ പോണു ഈ ഒരു സ്റ്റാർ ലൈഫും ഒരു സ്റ്റാർ കിഡ് എന്നുള്ള ഒരു ഇമേജ്? എന്താണ് തോന്നണത്? നന്നായിട്ട് പോണു. നോർമൽ ലൈഫ് മിസ് ചെയ്യാറുണ്ടോ? നമുക്ക് നോർമൽ ലൈഫ് ഉണ്ടായിട്ടില്ലല്ലോ. ശരിയാ, നോർമൽ ലൈഫ്. ഈ ഒരു 4.5 മാസം തൊട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയ ലോകത്തിലെ ചുരുക്കം കഴിഞ്ഞപ്പോഴായിരുന്നു. ഓക്കെ, 4 മാസം കഴിഞ്ഞിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയ ലോകത്തിലെ ചുരുക്കം പേരിൽ ഒരാളായിരിക്കും നമ്മുടെ പാറുക്കുട്ടി. എന്തൊക്കെ മേടിച്ചു? എനിക്ക് ഡ്രസ് വാങ്ങിക്കുന്നുണ്ട്. ഡ്രസ് ഓണത്തിനൊക്കെ ഉള്ളത് വാങ്ങിച്ചായിരുന്നു. ഓണത്തിനുള്ളതൊക്കെ മേടിച്ചു. കാറ് വാങ്ങിച്ചായിരുന്നു. ഇത്ര യങ് ഏജില് കാറൊക്കെ മേടിക്കാന്ന് മാത്രമല്ല വീടും വെച്ചു എന്നൊക്കെ കേട്ടു. വീട് വെക്കുന്നേ ഉള്ളു. അതിനെന്താ 4.5 മാസത്തിന് ഏൺ ചെയ്യാൻ തുടങ്ങി ഇത്ര പോകുന്ന ഒരാൾ പറയാം ഞാൻ വീട് വെക്കുന്നുണ്ട്, അത് തുടങ്ങുന്നേ ഉള്ളു. ഒന്നൊരു ഭയങ്കര കൈയടിന്ന് കൊടുക്കണം കേട്ടോ. ഭയങ്കര പ്രൗഡ് ഫീൽ ഇല്ലേ? വീട് പണി തുടങ്ങി. തുടങ്ങി. അത് ഭയങ്കര വലിയ കാര്യം. മോളെ മനസ്സിലാക്കണം. ചിലപ്പോൾ കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര സെൽഫ് പ്രൗഡ് ഫീൽ ആയിരിക്കും അല്ലേ? ഓക്കെ ചേച്ചി, എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. കൊച്ചുമക്കളുടെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെ ഉപ്പും മുളകിൽ ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. നമ്മുടെ കാർത്തികേട്ടനായിട്ടൊക്കെ ഉള്ള റീൽസ് കാണാറുണ്ട്. അപ്പൊ ഇപ്പൊ അത് എങ്ങനെ അതും രണ്ടും കൂടി ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്? അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ക്യാമിയോ റോള് അല്ലേ? ശിവാനി കോളേജ്, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ, നമ്മുടെ ഉപ്പുമുളകിലെ മെയിൻ കഥാപാത്രം. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? പിന്നെ
മറ്റേ ഉദ്ഘാടനം ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ശിവാനി മറ്റേ പട്ടുപാടി ഷോ സ്റ്റോപ്പർ നാട കട്ട് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഫുൾ തിരക്ക്. വരില്ലേ പറയൂ കമോൺ. ഇത്രയും ഹെക്ടിക് ആയിട്ടുള്ള ഇത്രയും ഹെക്ടിക് വർക്ക് ലൈഫ് എങ്ങനെ മാനേജ് ചെയ്യുന്നു? നമുക്കിത് വർക്ക് എന്ന് ഫീൽ ചെയ്താലല്ലേ ഇതിൽ സ്ട്രെസ്ഫുൾ ആവേണ്ട ആവശ്യമുള്ളൂ. ഗുഡ് പോയിന്റ്. ഫാമിലി ഇപ്പം നമുക്ക് ഫ്ലവേഴ്സ് ഫാമിലി എന്നുള്ള പോലെ തന്നെ ഉപ്പുമുളക് ഇസ് എ ഫാമിലി. ഇവിടെ നമുക്ക് കുറെ അടിയും പിണക്കവും ഇണക്കവും ചിരിയും ബഹളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കോളേജ് ഇനോഗ്രേഷൻ ഇൻഫ്ലുവൻസർ ഇതൊക്കെ ഇനോഗ്രേഷൻ ഒക്കെ വല്ലപ്പോഴും അല്ലേ. കോളേജ് ആണ് ഇപ്പൊ ഇച്ചിരി മാനേജ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? വലിയൊരു കാര്യമാണ്. കുറെ ചെറുപ്പത്തിൽ തുടങ്ങിയതല്ലേ. ഓക്കെ എനിവേസ് എല്ലാം ഗംഭീരമായിട്ട് പോട്ടെ. കേശുവിന്റെ വേണമെങ്കിൽ കൊടുത്തു മൈക്ക്. അതില്ല കേട്ടോ, ഞാൻ സംസാരിച്ച ഞങ്ങളുടെ ചക്കന് സംസാരിക്കും. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും നല്ല ആൺതറിയാണ് ഇരിക്കുന്നത്. അവസാനത്തെ ആൺതരിയാണ് ഇരിക്കുന്നത്. അതെ ആൺതരി എന്തെങ്കിലുമൊക്കെ പറയും. എന്തെങ്കിലുമൊക്കെ പറ. ഒന്നും പറയില്ല. ജൂഹി ഞാൻ ജൂഹിക്ക് ആക്ച്വലി ഒരു അവാർഡ് തരണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ സിബ്ലിങ്സിനെയൊക്കെ. ശിവാനി പിന്നെയും പാവം കുഴപ്പമില്ല. അല്ല ശിവാനി ഇപ്പൊ കോളേജ് തിരക്കായതും കൊണ്ട് കിട്ടാറില്ല. എനിക്കിപ്പോ കിട്ടുന്ന പുതിയ ഗൗരി അമ്മായും കേശു അതെ എല്ലാരുമാണ്. ഓക്കെ അപ്പൊ എങ്ങനെ പോണു? സന്തോഷം, ഹാപ്പി. ഷൂട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് ഫാമിലിയാണ്. എന്റെ സെക്കൻഡ് ഹോം. ജൂഹി എനിക്ക് തോന്നുന്നു വേറെയും പുറത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള അല്ലേ? കുറച്ചൊരു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അടിച്ചുപൊളി അങ്ങനെ ഒരു ആളല്ലേ? അങ്ങനത്തെ ആളല്ല ഞാൻ. ആണോ? കുറച്ച്. എനിക്ക് അധികം ആൾക്കാരോട് സംസാരിക്കാൻ അതെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആംബിവേർട്ട് എന്ന് പറയാ അല്ലേ? ആംബിവേർട്ട് മീൻസ് പക്ഷെ ആക്ച്വലി ഇൻട്രോവേർട്സ് ഒരിടത്ത് കംഫർട്ടബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ശരിക്കും ഒരു എക്സ്ട്രോവേർട്ട് ബിഹേവിയർ ആണ് കാണിക്കുക. എനിക്ക് തോന്നുന്നു ജൂഹിയുടെ മുഖം കണ്ടിട്ട് ഒരു ആംബിവേർട്ട് ലക്ഷണമുണ്ട്. ഞാൻ കൂടുതലും ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യൽ കുറവാണ്. പക്ഷെ കംഫർട്ട് സോൺ ഉണ്ടെങ്കിൽ ഭയങ്കര. ഓക്കെ നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാരൊക്കെ ഈ ആംബിവേർട്ട് ഇതിൽ കാറ്റഗറി വരുന്നത്. ഓക്കെ എനിവേസ് നമ്മുടെ അമ്മായി അല്ലേ? അമ്മായി കമോൺ പറയാം. അമ്മായി എന്ത് സൈലന്റ് ഉറക്കൊക്കെ വന്നിട്ടിരിക്കുന്നു. എനിക്ക് ഇവരൊക്കെ ഫ്രണ്ട്സ് പോലെയാ. ഫ്രണ്ട്സ് ആണ്. നിങ്ങളൊക്കെ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലേ? വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അല്ലല്ല ശരിക്കും ഞാൻ പറയുന്നത് അമ്മായി കാണുമ്പോഴും പ്രായം തോന്നും, പക്ഷെ പ്രായം കൊണ്ട് ചെറുതാണ്. അല്ല കണ്ട കേശുവിനൊക്കെ ചെറുതാന്നേ പറയുള്ളൂ. വേണ്ട അറിയാം. അപ്പൊ അമ്മായി അടിപൊളിയായിട്ട് പോണു അല്ലേ? അപ്പൊ ഇനിയും തകർക്കുക. പിന്നെ നമ്മുടെ കുട്ടിമണി ചേച്ചി ഒരുപാട് ചിരിച്ചു, ഒത്തിരി ചിരിച്ചു. കണ്ണൊക്കെ നിറഞ്ഞു. അതെ സന്തോഷ കണ്ണീരാണ്, ആനന്ദ കണ്ണീരെന്നൊക്കെ പറയത്തില്ലേ? സന്തോഷ കണ്ണീരാണോ അതോ ഞങ്ങളുടെ ചളിയായിട്ട് ഫോട്ടോയായിട്ട്? ചളിയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബഹ്റിനിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഓരോരുത്തരുടെ ഓരോ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഞാൻ പ്രവാസിയായിട്ട് കഴിയുകയാണല്ലോ. അപ്പൊ നാട് മിസ് ചെയ്യുന്നുണ്ട് എല്ലാ പ്രവാസികളെയും പോലെ. അതിന്റെ കൂടെ ഇതുപോലത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം തന്ന ഫ്ലവേഴ്സ് ടിവിക്ക് എന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിച്ചുള്ളതാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോ കുറച്ച് ക്രൂഡ് ഓയിൽ ഞങ്ങൾക്കും അടുത്ത സീരിയലിൽ. അപ്പൊ പിന്നെ നമ്മുടെ സിനിമ നമ്മൾ വിശേഷം അല്ലേ? നമ്മൾ ഓൾറെഡി കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ബാക്കി ടിവിയിലാണ്, ബാക്കി സ്ക്രീനിലാണ് അല്ലേ? മിമുന്റെ ഒക്കെ പ്രകടനം നമ്മൾ ബാക്കി സ്ക്രീനിലാണ് കാണാൻ പോകുന്നത്. അതെ എന്തായാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു നമ്മുടെ ഈ ഓണം. ശരിക്കും എല്ലാരും അർമാദിച്ചു. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കെടുത്തു. പങ്കുവെച്ചു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സെലിബ്രേഷൻ? സൂപ്പർ. അടിപൊളി സദ്യ കഴിച്ചു, അടിപൊളി മാവേലി വന്നു, നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചു, പാട്ട് പാടി, ഡാൻസ് കളിച്ചു. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ. നമുക്കൊരു സിനിമാ നടിയാണ് നമ്മുടെ കൂടെ ആങ്കർ ചെയ്യാൻ വന്നത് അല്ലേ? അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ അമൃതയ്ക്ക് അല്ലേ? നല്ലൊരു കൈയടി കൊടുത്തു. ഭയങ്കര സന്തോഷം എല്ലാവർക്കും. അതെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും ഇപ്പൊ ഹാപ്പി ആയിട്ടുണ്ടാവും. അവരുടെ ഫേവറേറ്റ് സ്റ്റാർസ് ആണ് ഇങ്ങനെ ഇരുന്ന്. അപ്പൊ നിങ്ങളുടെയൊക്കെ സദ്യ കഴിക്കുന്നൊക്കെ കാണാൻ അവർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ അതെല്ലാം ഇന്ന് നമ്മൾ സാക്ഷാത്കരിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. എനിക്ക് വിഷമമുണ്ട്. അമൃതയ്ക്കോ? നല്ലോണം. എനിവേസ് നമുക്ക് ഇനി അടുത്ത ഒരു ആഘോഷത്തിൽ നമുക്ക് കൂടാ അല്ലേ? അപ്പൊ നമ്മുടെ ഏത് മൂഡ്? ഓണം മൂടായിരുന്നോ? ഏത് മൂഡ്? അപ്പൊ അടുത്ത ഒരു സെലിബ്രേഷൻ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. Till then take care, bye. So നമുക്ക് അടിച്ചു പൊളിക്കല്ലേ? നമുക്ക് അർമാദിക്കാം. Come on. Hero. പടിഞ്ഞാറ്റെ
ഓടി പാടത്തും കടവത്തും കാഞ്ചീനെ കണ്ടില്ല. പെണ്ണവിടെ പോയിട്ടില്ലല്ലോ, പെണ്ണവിടെ പോയിട്ടില്ലല്ലോ, പിന്നെ പോയി. ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീ അകലെ മാറി നിൽക്കാനെന്തേ? ഓണവയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീ അകലെ മാറി നിൽക്കാനെന്തേ? ഓണവയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീ അകലെ മാറി നിൽക്കാനെന്തേ? കനവുകൾ കോരി നീ നിലവും തേടി നീ പുലരായതും കാണാതെ പോ